ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ദി എക്സസൈസ് ബുക്ക് എന്ന് പറഞ്ഞൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമുക്ക് ഫസ്റ്റ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ടെക്സ്റ്റിന്റെ ബാക്കിൽ അല്ലെങ്കിൽ ആ ലെസന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. അപ്പം നിങ്ങൾ എല്ലാ ഷോർട്ട് സ്റ്റോറീസിന്റെ അല്ലെങ്കിൽ ഏത് സാധനമാണോ സംഭവമാണോ പഠിക്കാനുള്ളത് ആ ലെസന്റെ ബാക്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പാരഗ്രാഫ് എന്തായാലും ആ ലെസനെ കുറിച്ചായിരിക്കും. അതൊന്ന് നല്ലോണം കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ അതിന്റെ ആ പോയിന്റ് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഏതെങ്കിലും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റും. അത് മൊത്തത്തിലൊരു തീമിനെ കുറിച്ചായിരിക്കും ആ ഒരു ലാസ്റ്റ് അതായത് ഇൻട്രൊഡക്ഷൻ പേജിൽ സെക്കൻഡ് പാരഗ്രാഫ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം എല്ലാ സ്റ്റോറീസിന്റെയും. ഇതിനകത്ത് എന്താണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഫസ്റ്റ് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഫെമിനിസ്റ്റിക് കൺസേൺസ്. ഓക്കെ, അതായത് ഒരു ന്യൂ വുമൺ എന്നുള്ളൊരു ഇമേജ് ആണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ത് ചെയ്തു ഇതിനകത്തൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഒരു പുതിയ സ്ത്രീ, അതായത് പഴയ പോലെ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, വെറുതെ കിച്ചണിനകത്ത് എന്താ പറയാ ചെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ സഫോക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്താണ് ഇൻസൈഡ് ദി 4 walls ഓഫ് കിച്ചൺ, അതുപോലെ അല്ല ഇതിനകത്ത് ഒരു ചേഞ്ച് പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടഗോണിസ്റ്റിനെയാണ്. പിന്നെ ചൈൽഡ് മാരേജ് ഇഷ്യൂസ് അതിനെയൊക്കെ കുറിച്ചാണ്, അല്ലെങ്കിൽ എന്താണ് എഡ്യൂക്കേഷന്റെ ആ ഒരു, അതായത് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിബേറ്റ് പോലെ ആണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഹി ഹാസ് ട്രൈ ടു ക്രിയേറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂ ഇമേജ് ഓഫ് വിമൻ, അല്ലെങ്കിൽ ഒരു ന്യൂ വുമൺ എന്നുള്ള ഒരു ഇമേജ് ആണ്. ന്യൂ വുമൺ ആണ്, വിമൻ അല്ല. ന്യൂ വുമന്റെ ഒരു ഇമേജ് ആണ് ഇതിനകത്ത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറിന് എന്താണ്, രവീന്ദ്രനാഥ് ടാഗോർ ഇസ് ഓൾസോ നോൺ ആസ് ദി ബാർഡ് ഓഫ് ദ ബംഗാൾ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് വേറെ പേരെന്താണ്, ഗുരുദേവ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഏതാണ്, ഗീതാഞ്ജലി. അതിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1913. പിന്നെ ഗീതാഞ്ജലിയെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താണ്, ഗീതാഞ്ജലി 157 പോയംസ് ആണ് കേട്ടോ. ബംഗാളിലാണ് ആദ്യമേ എഴുതിയത്. പിന്നീട് അത് ഇദ്ദേഹം തന്നെയാണ് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ 103 പോയംസ് ആയിട്ട് അത് ചുരുങ്ങി. ഓക്കെ, അപ്പൊ ഈ ഒരു ഗീതാഞ്ജലിക്കകത്ത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഗോഡ്, മാൻ, നേച്ചർ, ആ ഒരു കൈൻഡ് ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ആണ്. മാൻസ് നേച്ചർ, മാൻസ് റിലേഷൻ വിത്ത് ഗോഡ്, പിന്നെ ഗോഡ്സ് റിലേഷൻ വിത്ത് മാൻ, പിന്നെ മാനിന്റെ റിലേഷൻ വിത്ത് നേച്ചർ. അതുപോലെ തന്നെ ആ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിനെയാണ് ഇതിനകത്ത് ഗീതാഞ്ജലിക്കകത്ത് പറഞ്ഞേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, മിസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. സോ എന്താണ്, നമുക്ക് ഇൻട്രൊഡക്ഷൻ പാട് നോക്കാം. രവീന്ദ്രനാഥ് ടാഗോർ ഹെയിൽഡ് ഫ്രം എ വെൽ ടു ഡു ഫാമിലി ഇൻ ബംഗാൾ. അദ്ദേഹത്തിന്റെ ഫാമിലി ഇച്ചിരി നല്ല റിച്ച് ആൻഡ് അഫ്ലുവന്റ് ഫാമിലി ആയിരുന്നു കേട്ടോ. ആൻഡ് ഹി വാസ് ഓൾസോ പാർട്ട് ഓഫ് ദി ബംഗാൾ റിനൈസൻസ് മൂവ്മെന്റ്. അതായത് ബംഗാളിൽ റിനസൻസ് എന്ന് വെച്ചാൽ എന്താ മീനിങ്, റിനസൻസ് എന്ന് വെച്ചാൽ റീബർത്ത്, അതായത് ഒരുപാട് ബംഗാളില് ഒരുപാട് സൊസൈറ്റി ലെവലിലാനും കൾച്ചറൽ ലെവലിലാനും എന്താണ് മൊത്തത്തിലൊരു എന്താ പറയാ ചേഞ്ച് കൊണ്ടുവരാൻ ഇദ്ദേഹത്തിന് സാധിച്ചു, അലോങ് വിത്ത് നമ്മുടെ രാജാറാം മോഹൻ റോയുടെ കൂടെ. ഓക്കെ, ബംഗാൾ റിനസൻസ് ഇദ്ദേഹം എന്തൊക്കെയായിരുന്നു, ഇദ്ദേഹം ഒരു പോയറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, നോവലിസ്റ്റ് ആണ്, എഡ്യൂക്കേഷനിസ്റ്റ് ആണ്, ആൻഡ് ആൻ എമിനന്റ് കൾച്ചറൽ ഐക്കൺ ഓഫ് ദ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ഓക്കെ, പിന്നെ ഹി വാസ് എ പയനീർ ഇൻ എഡ്യൂക്കേഷൻ ഹൂസ് വിഷൻ ടുക്ക് ദി ഷേപ്പ് ഓഫ് ദി, അതായത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലൂടെ എന്ത് ചെയ്തു, അദ്ദേഹം എഡ്യൂക്കേഷനെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്താണ് ക്രിയേറ്റ് ചെയ്ത് വരണമാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. ഓക്കെ, പിന്നെന്താണ് ഷോർട്ട് സ്റ്റോറിയെ കുറിച്ച് നമുക്കിപ്പോ നോക്കാം. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ലെസ് നോൺ സ്റ്റോറിയാണ്. ഓക്കെ, അതായത് വലുതായിട്ട് അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല ഷോർട്ട് സ്റ്റോറി എക്സസൈസ്. അപ്പൊ അതെന്താണെന്ന് നോക്കിക്കോ. ഇത് എക്സസൈസ് ബുക്ക് എന്നാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ നെയിം. അപ്പൊ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന ഉമ എന്ന് പറഞ്ഞ ഒരു യങ് ഗേൾ ആണ് ബംഗാളിലെ. ഓക്കെ, അപ്പൊ അവരുടെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ റിവോൾവ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോ അവരുടെ ജോയ്, അതായത് ഹെർ ജോയ്സ് ആൻഡ് സോറോസ്. അപ്പം ഉമ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കുഞ്ഞു വെച്ചാണ് അതിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സോറോസ്, സന്തോഷം, ജോയ്സ്, പിന്നെ അവരുടെ അതായത് ഹെർ ഡിസയർ ടു റീഡ് ആൻഡ് റൈറ്റ്, അതായത് എഡ്യൂക്കേഷൻ വേണമെന്നുള്ള ആ ഒരു ഡിസയർ, അവളുടെ വിഷ് അല്ലെങ്കിൽ ഹോപ്പ്, ആൻഡ് ഹെർ ലൈഫ് ആസ് എ ചൈൽഡ് ബ്രൈഡ് ഫോം ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റോറി. അതായത് ഈ കുഞ്ഞിനെ ചൈൽഡ് മാരേജ്, അതായത് ഈ കുഞ്ഞിനെ ഒരു ഈ കുഞ്ഞിനെക്കാട്ടിലും എന്താണ് 10-20 വയസ്സ് മൂപ്പുള്ള ഒരുത്തരുമായിട്ട് കല്യാണം ഉറപ്പിച്ചേക്കുവാണ്. ഒരു ചൈൽഡ് ബ്രൈഡായിട്ട് ഈ കുഞ്ഞ് വേറൊരു വീട്ടിലോട്ട് കയറി പോവാണ്. അപ്പൊ അവൾക്ക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഇവളുടെ വീട്ടിലെ കണക്ക് എഡ്യൂക്കേഷനും അതായത് എഴുതാനും വായിക്കാനുമുള്ള ആ ഒരു ഫ്രീഡം കല്യാണം കഴിഞ്ഞ് ഈ ഒരു ആളുടെ ഒരു സ്ട്രേഞ്ചറിന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ കിട്ടുന്നില്ല. അവളുടെ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ
പിന്നെ എന്താ പറയാ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ടാഗോർ ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ക്വസ്റ്റ്യൻസ് ദ വിമൻസ് എഡ്യൂക്കേഷൻ ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ഇപ്പം ടാഗോർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫീമെയിൽ എന്താ പറയാ ഒരു പുതിയ വുമന്റെ ആ ഒരു ഇമേജ് ആണ് എല്ലാ രീതിയിലും. അതായത് വിമൺ എംപവർമെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോറീസിലും. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു വിഷു അത് തന്നെയാണ്. ഓക്കെ, വിമൺ എംപവർമെന്റ് ആണ്. അപ്പൊ ഇതിനകത്തും അതാണ് കാണിച്ചേക്കുന്നത്. അതായത് വിമൺ എഡ്യൂക്കേഷൻ വേണോ വേണ്ടയോ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതായത് ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ വിമൺ എഡ്യൂക്കേഷൻ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻസ് ഉണ്ട്, അത് നമ്മൾ വളർത്തി എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്തെടുക്കേണ്ട കാര്യമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഓഫ് ദ ഷോർട്ട് സ്റ്റോറീസ് അല്ലെങ്കിൽ നോവൽസ് അല്ലെങ്കിൽ വർക്ക്സിനകത്തെല്ലാം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് വിമൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അതിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് പോർട്രേസ് ഹൗ പേട്രിയാർക്കി വർക്ക്സ് ഇൻ കീപ്പിംഗ് വിമൺ ഇലിറ്ററേറ്റ് ആൻഡ് ഇൻ ദെയർ പ്ലേസ്. പേട്രിയാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡോമിനേഷൻ ബൈ ദി മെയിൽ സൊസൈറ്റി അല്ലെങ്കിൽ മെയിൽ, അതായത് മെന്നിന്റെ ആ ഒരു ഡോമിനേഷനെയാണ് പേട്രിയാർക്കി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സിസ്റ്റമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പേട്രിയാർക്കൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പേട്രിയാർക്കൽ ഫാമിലി എന്നൊക്കെ വെച്ചാൽ എന്താ മീനിങ്, ഫാമിലി എന്താണ് ഡോമിനേറ്റഡ് ബൈ അല്ലെങ്കിൽ ദ ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് മാൻ ആയിരിക്കും. ഓക്കെ, അപ്പം പേട്രിയാർക്കൽ ടൈപ്പ് ഓഫ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിൽ അവരെന്താണ് എപ്പോഴും ചെയ്യാൻ നോക്കുന്നത്, പണ്ടത്തെ കാര്യമാണ് പറയുന്നത്, ഇപ്പോഴും അത് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, എപ്പോഴും സ്ത്രീകളെ ആ ഒരു കിച്ചണിനകത്ത് മാത്രം അടച്ചു മൂടിയിട്ട് കളയും. എങ്ങനെയാണ് ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അവർക്ക് താല്പര്യം എപ്പോഴും സ്ത്രീകൾ. ഓക്കെ, ആൻഡ് അവരുടെ ആൻഡ് ഇൻ ദെയർ പ്ലേസ്, അതായത് എന്താണ് വിമൺ ഇല്ലിറ്ററേറ്റ്, അതായത് പേട്രിയാർക്കി വർക്ക്സ് ഇൻ കീപ്പിംഗ് വിമൺ ഇല്ലിറ്ററേറ്റ് ആൻഡ് ഇൻ ദെയർ പ്ലേസ്. അതായത് ഇൻ ദെയർ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മീനിങ്, കൂടുതൽ എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മൈൻഡിലൊരു ഇതാണ് ഇത് വരും. എന്നുവെച്ചാൽ കൂടുതൽ ഒരു സ്ത്രീ എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് പഠിച്ച് പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് മൈൻഡിൽ തോന്നുന്നത്, ആണുങ്ങൾക്ക് അവരെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അവരെക്കാട്ടിൽ സുപ്പീരിയർ ആയി പോകുന്നു എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും. അപ്പൊ എപ്പോഴും ഇവരെന്താണ് വിമൻ സ്ത്രീകളെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. എന്തുകൊണ്ടാണ്, അവരെന്താണ് അടങ്ങി ഒതുങ്ങിയപ്പോ കിച്ചണിൽ തന്നെ ഇരുന്നോളും. അപ്പൊ അതാണ് പറയുന്നത്, ആ ഇന്റയർ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും, അവരവരുടെ സ്ഥാനത്ത് തന്നെ ഇരുന്നോളൂ എന്ന്. അവരെ ആ സ്ത്രീകൾ അവരവരുടെ സ്ഥാനത്ത് തന്നെ ഇരുന്നോളും, എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്ന്. അല്ലെങ്കിൽ എന്താണ് മറ്റവരുടെ തലയിൽ കയറി നിരങ്ങും എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് പേട്രിയാർക്കിക്കൽ ആ ഒരു ഫോമിന് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്. സോ ഈ എക്സസൈസ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു സിമ്പിളാണ് ഈ ഒരു എക്സസൈസ് ബുക്ക്. നമ്മുടെ ഉമ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു എക്സസൈസ് ബുക്ക് ഉണ്ട്. അവൾ അതിനകത്ത് എന്താണ് പഠിക്കുന്ന കാര്യങ്ങളും പോംസും പിന്നെ സ്റ്റോറീസ്, കുഞ്ഞു സെന്റൻസസ് അതൊക്കെയാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിലെ കുഞ്ഞുകുട്ടി കളിക്കുന്ന കണക്ക് ഇങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ച്. അപ്പോ ഈ എക്സസൈസ് ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി സിമ്പിൾ ഓഫ് എഡ്യൂക്കേഷനെ കാണിക്കുന്നു ഈ എക്സസൈസ് ബുക്ക്. ആൻഡ് എ മെറ്റഫർ ഫോർ എ കമ്പാനിയൻ വിത്ത് ഹൂം ഉമ കാൻ ഷെയർ ഹർ ഫീലിംഗ്സ്. അതായത് ഈ ഒരു എക്സസൈസ് ബുക്ക് എന്ന് പറയുന്നതാണ് ഉമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്. അതായത് നമുക്കൊരു ഡയറി കീപ്പ് ചെയ്യുന്ന കണക്ക്. അപ്പൊ നമ്മൾ ഡയറിക്കകത്ത് എന്തൊക്കെയായിരിക്കും, ഡയറി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ഫ്രണ്ടിനോട് പറയുന്ന കണക്ക് ഫുൾ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്യും അല്ലെ എല്ലാ കാര്യങ്ങളും. അതായത് നമ്മളെല്ലാം എഴുതി വെക്കും. ഓക്കെ, സീക്രട്സ് ആണെങ്കിൽ എന്താണെങ്കിലും എല്ലാം എഴുതി വെക്കും. അതുപോലെ തന്നെയാണ് ഉമയ്ക്ക് ഈ ഒരു എക്സസൈസ് ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്ക്. എക്സസൈസ് ബുക്ക് എന്ന് വെച്ചാൽ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുക്കാണ്. അത് അവൾക്ക് എന്തെങ്കിലും അവളുടെ തോട്ട്സ്, അവള് പിന്നെ അവിടെ എന്തെങ്കിലും ഹൗസ് ഹോൾഡിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എഴുതും. പിന്നെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് വെച്ചാൽ അത് എഴുതും, പോംസ് എഴുതും. അവിടെ ഇവിടുന്ന് കേൾക്കുന്ന എന്തൊക്കെയാന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കും. സോ ഉമയ്ക്ക് അതെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഹു ക്യാൻ ഷെയർ ഹർ ഫീലിംഗ്സ് വിത്ത് ഹു ക്യാൻ ഷെയർ ഹർ ഫീലിംഗ്സ്. ഓക്കെ, ബട്ട് ദി അൾട്ടിമേറ്റ് ലോസ് ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, പക്ഷെ ആ കല്യാണം കഴിഞ്ഞ മറ്റൊരു ഫാമിലിയിലോട്ട് പോകുമ്പോൾ എന്താണ് ഈ ബുക്ക് എടുത്ത് ഹസ്ബൻഡിന്റെ ആ ഒരു സിസ്റ്റേഴ്സും കൂടെ എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് എന്തായാലും എടുത്ത് ബുക്ക് അങ്ങ് മാറ്റിവെക്കും. ബുക്ക് മാറ്റിവെക്കുമ്പോൾ അതെന്താണ് ശരിക്കും കാണിക്കുന്നത്, ഹസ്ബൻഡ് എന്നുള്ള ആ ഒരു ഫിഗർ എന്തായാലും പേട്രിയാർക്കിയെ സൂചിപ്പിക്കുകയാണ്, അതായത് മെയിൽ ഡൊമിനേറ്റഡ് സിസ്റ്റത്തിനെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഹസ്ബൻഡ് ആ ബുക്ക് എടുത്ത് മാറ്റി വെക്കുമ്പോൾ ഉമ്മയ്ക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്, ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സിമ്പിളാണ്. ഉമ്മയുടെ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹത്തെയാണ് ഇദ്ദേഹം എടുത്ത് മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നത്. ഈ ഒരു എക്സസൈസ് ബുക്ക് എടുത്ത് ഒളിപ്പിച്ചു വെക്കും. അപ്പൊ അതെന്താണ് കാണിക്കുന്നത്, ഇറ്റ് ബിക്കംസ് എ പോയിന്റഡ് ടു ദ ഫ്യൂട്ടിലിറ്റി ഓഫ് സോഷ്യൽ റീഫോംസ് ഡിസ്പൈറ്റ് ദ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് ബംഗാൾ റിനേസൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലാണ് ഇദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. സ്ത്രീകളുടെ കാര്യമായാലും എഡ്യൂക്കേഷന്റെ കാര്യമായാലും എല്ലാത്തിലും. അപ്പൊ അദ്ദേഹം പറയുന്ന എന്തോ കാണിക്കുന്നത്, എന്തുമാത്രം നമ്മൾ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് സ്പ്രെഡ് ചെയ്താലും ശരിക്കും എന്തൊക്കെ സോഷ്യൽ റിഫോംസ് നമ്മൾ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്താലും, സോഷ്യൽ റിഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചേഞ്ചസ് മെയ്ഡ് ഇൻ ദി സൊസൈറ്റി, അതായത് പോസിറ്റീവ് ചേഞ്ചസ്, അതെന്തൊക്കെ കൊണ്ടുവന്നാലും ശരി എന്താണ്
എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കാര്യം, സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ എന്താണ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ലിബറേഷൻ കിട്ടാതെ പോകുന്നു. അതിന് എന്തൊക്കെ നമ്മൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്താൽ എപ്പോഴും എന്താണ്, ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും ഒരു ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഒരു മകൾക്കോ ഇതുപോലുള്ള എഡ്യൂക്കേഷന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവർക്ക് ലിബറേറ്റഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ജീവിതമൊന്നും കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ലെസ്നെസ്. എന്തൊക്കെ സോഷ്യൽ റിഫോംസ് കൊണ്ടുവന്നു, എന്തൊക്കെ ഇദ്ദേഹം എഡ്യൂക്കേഷനെ കുറിച്ച് സ്പ്രെഡ് ചെയ്തു അവയർനെസ്, പക്ഷെ എന്നാൽ പോലും ഇതങ്ങോട്ട് ആ ഒരു ഒരു സ്ത്രീകളുടെ കാര്യം എടുക്കുമ്പോൾ എഡ്യൂക്കേഷൻ ആയാലും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണ്, ആ ഒരു സപ്രസീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു സ്റ്റോറിക്കകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോറി എന്താണ്? Uma became a great nuisance as soon as she learned to write. On every wall in the house she would draw unsteady lines and write with a piece of coal in big unformed letters, raindrops on the treetops. എന്താണ് അപ്പൊ മിസ് ഒരു പാരഗ്രാഫും കൂടെ വായിച്ചിട്ട് അതിന്റെ മീനിങ് പറഞ്ഞുതരാം. She hunted out the copy of Harida's Secrets under her sister-in-law's pillow and wrote in pencil in every page, black water, red flower. അപ്പൊ എന്താണ് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് 2 പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒരു ന്യൂയിസൻസ് ആയിട്ട് മാറുകയാണ്. എങ്ങനെ? ബിക്കോസ് ഷീ ലേൺ ടു റൈറ്റ്. അതായത് ന്യൂയിസൻസ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ. അപ്പം ഉമ്മ ശരിക്കും എഴുതാൻ പഠിച്ചതിന് ശേഷം അവിടെ ഉള്ള ആളുകൾക്ക്, ഉമ്മയുടെ വീട്ടിലുള്ള ആളുകൾക്കെല്ലാം ഉമ്മ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആണ്, അതായത് ഒരു ശല്യം പോലാണെന്ന്. എന്തുകൊണ്ടാണ്? കാരണം വീട്ടിന്റെ എല്ലാ വാൾസിലും അവൾ എന്ത് ചെയ്യും, എഴുതി വെക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ എഴുതും അല്ലെങ്കിൽ വരച്ചു വെക്കും. എന്തുകൊണ്ടാണ് വരയ്ക്കുന്നത്? പീസ് ഓഫ് കൽക്കരി വെച്ചിട്ട് അൺഫോംഡ് ലെറ്റേഴ്സിൽ. അൺഫോംഡ് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഷീ ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അല്ലെ, പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം അൺഫോംഡ് ലെറ്റേഴ്സ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പഠിച്ചിട്ടില്ല. അപ്പം അതിന്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. എന്തായാലും എന്തെഴുതി വെക്കും, കൽക്കരി എടുത്ത് അവൾ എന്താണോ വായിക്കുന്നത് അതെടുത്ത് ഭിത്തിയിലും മതിലേലും എല്ലാം എഴുതി വെച്ച് കളയും. അപ്പൊ അതിലൊരു എഴുത്താണ് റെയിൻ ഡ്രോപ്സ് ഓൺ ദ ട്രീ ഡ്രോപ്സ്. അതെവിടുന്നോ പുള്ളിക്കാരിക്ക് കിട്ടി, അതെവിടുന്നോ പഠിച്ചെങ്ങാണോ ആയിരിക്കും, പോമിൽ നിന്നാണ് പഠിച്ചതായിരിക്കും. അതെന്തായാലും എടുത്ത് മതിലിൽ അങ്ങ് എഴുതി എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ പിന്നെന്താണുള്ളത്, ഹരിദാസ് സീക്രറ്റ്സ്. അതായത് ഹരിദാസ് സീക്രറ്റ്സ് എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് വാസ് ആക്ച്വലി സംവാട്ട് ലൈക്ക് ആൻ ഇറോട്ടിക് ത്രില്ലർ. അതായത് ഒരു ബാൻ ചെയ്ത ബുക്കും കണ്ടാണെന്ന് തോന്നുന്നു ബംഗാളില്. ഹരിദാസ് സീക്രറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളൊന്നും എന്ന് വെച്ചാൽ ബാൻ ചെയ്തൊരു ബുക്കാണ്. അതിന്റെ എന്തോ സെക്ഷൽ കണ്ടന്റ്സ് എന്തുകൊണ്ടോ അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലിമെന്റ് കാണും ആ ബുക്കിൽ. സോ അത് ബാൻ ചെയ്തിരിക്കുമായിരുന്നു ആ ബുക്ക് ബംഗാളില്. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, നമ്മുടെ ഉമ്മയുടെ വീട്ടിൽ. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ ഭുവൻ ചന്ദ്ര മുഖോപാധ്യായ. അങ്ങനെ ഒരാളാണ് എഴുതിയേക്കുന്നത്. 19th സെഞ്ചുറിയിൽ ഒരു ബുക്കാണ്. അപ്പൊ അത് അങ്ങനെ അധികം ആരും വായിക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ഓക്കെ, ആ ഒരു ബുക്ക് നമ്മുടെ ഉമ്മയുടെ സിസ്റ്റർ ഇൻ ലോയുടെ പില്ലോയുടെ കീഴിലുണ്ടായിരുന്നു. നമുക്കറിയില്ല അതെന്തുകൊണ്ട് ഫോർബിഡൻ ആയിട്ട് കണ്ടു. ഫോർബിഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വായിക്കരുത് അല്ലെങ്കിൽ എടുക്കരുത് എന്നുള്ള ആ ഒരു ഫോർബിഡൻ ആയിട്ട് എന്തുകൊണ്ടാണ് ആ ബുക്ക് ബാൻ ചെയ്തതെന്നൊന്നും നമുക്ക് വിക്കിപീഡിയക്കകത്ത് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. ചിലപ്പോൾ വല്ല വിമൺ എംപവർമെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സെക്ഷൽ ആ ഒരു ഇതിനെ കുറിച്ചോ ഇങ്ങനെ ആയിരിക്കാം പറയുന്നത്. സോ അതുകൊണ്ട് ബാൻ ചെയ്ത വല്ല ബുക്കും ആയിരിക്കും. എന്തായാലും നമ്മുടെ ഉമ്മയുടെ സിസ്റ്റർ ഇൻ ലോയുടെ പില്ലോയുടെ കീഴിൽ ഈ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ പോലും നമ്മുടെ ഉമ്മ എന്ത് ചെയ്യും, പെൻസിൽ വെച്ച് എഴുതി പഠിച്ചിരുന്നു, ബ്ലാക്ക് വാട്ടർ, റെഡ് ഫ്ലവർ, ഇങ്ങനെയൊക്കെ. And with huge scrawled letters, she obliterated most of the auspicious dates in the almanac, kept for the household's constant use. Right in the middle of the credits column in her father's account book, she wrote, "He who writes and studies hard will one day ride a horse and cart." അതായത് ഇവളപ്പോ എന്ത് കിട്ടിയാലും അങ്ങ് എഴുതി വെക്കുവാണ്. അപ്പം അച്ഛന്റെ ബുക്കാണെന്നോ പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്നോ ഏതെങ്കിലും പേപ്പർ ആണെന്നോ ഒന്നും നോക്കില്ല. മതിലേലും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും അവള് പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ കോള് വെച്ചോ കൽക്കരി വെച്ചോ അങ്ങ് എഴുതും. വിത്ത് ഹ്യൂജ് സ്ക്രോൾഡ് ലെറ്റേഴ്സ്. അതായത് ഹ്യൂജ് സ്ക്രോൾഡ് ലെറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തി വരയ്ക്കുക എന്നുള്ള രീതിയിലാണ്, വലിയൊരു അക്ഷരത്തിൽ കുത്തി വരച്ചുകൊണ്ടുള്ള രീതിയിലായിരിക്കും എഴുതുന്നത്. ആൻഡ് ഷീ ഒബ്ലിറ്ററേറ്റഡ് മീൻസ് ഷീ ഡിസ്ട്രോയ്ഡ് മോസ്റ്റ് ഓഫ് ദി ഓസ്പീഷ്യസ് ഡേറ്റ്സ്. അതായത് ഒരു അൽമനാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലണ്ടറാണ്. ഈ ഓസ്പീഷ്യസ് ഡേറ്റ്സ്, അതായത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് അതൊക്കെ മാത്രം കാണിക്കുന്ന ഒരു കലണ്ടറാണ്. അപ്പൊ അവിടെ പോലും ആ കലണ്ടറിൽ പോലും അവള് കുത്തി വരയ്ക്കാൻ തുടങ്ങി.
അല്ലെങ്കിൽ എഴുതി പഠിക്കാൻ തുടങ്ങി. കുത്തി വരയ്ക്കാൻ മീൻസ് എഴുതാൻ തുടങ്ങി. പിന്നെന്താണ്, അച്ഛന്റെ അക്കൗണ്ട് ബുക്കിൽ പോലും ക്രെഡിറ്റ്സ് കോളത്തിൽ, അതായത് ക്രെഡിറ്റിന്റെ കോളത്തിൽ പോലും എന്താണ് ഇവള് എഴുതാൻ തുടങ്ങി. എന്താണ് അവൾ എഴുതിയത്? ഹി ഹു റൈറ്റ്സ് ആൻഡ് സ്റ്റഡീസ് ഹാർഡ് വിൽ വൺ ഡേ റൈഡ് എ ഹോഴ്സ് ആൻഡ് കാർട്ട്. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ഒരു നല്ലോണം പഠിക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം എന്താണ് ഒരു കുതിരയെ ഓടിക്കാൻ പറ്റുന്നു, അതായത് കുതിരവണ്ടി ഓടിക്കാൻ പറ്റുന്നു എന്ന് വെച്ചാൽ നല്ലൊരു ലൈഫ് ഉണ്ടാവുന്നു. അപ്പൊ അത് ഇവിടെ എവിടെ നിന്നൊക്കെയോ പഠിക്കുന്ന എന്തെങ്കിലും കേട്ട ഒരു ഡയലോഗാണ്. അതെല്ലാം പുള്ളിക്കാരി അച്ഛന്റെ അക്കൗണ്ട് ബുക്കിലും അവിടെ ഇവിടെയൊക്കെയാണ് എഴുതി വെക്കുന്നത്. ആൻഡ് സോ ലോങ് ഷീ ഹാഡ് നെവർ ബീൻ ത്വാർട്ടഡ് ഇൻ ദിസ് ലിറ്റററി പെർസ്യൂട്ട്സ് ബട്ട് ഇൻ ദ എൻഡ് വൺ ഡേ ദർ വാസ് എ മേജർ ഡിസാസ്റ്റർ. ഓക്കെ, അതായത് ആരും ഇവളെ എന്താണ് ത്വാർട്ട് ചെയ്തില്ല. ത്വാർട്ട് ചെയ്യുമെന്ന് മീൻസ് ആരും ഇവളെ തടയത്തില്ല ഈ ഒരു കാര്യത്തില്. അപ്പോ പക്ഷെ വൺ ഡേ എന്താണ് ഒരു മേജർ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു അമളി പറ്റി നമ്മുടെ ഉമ്മയ്ക്ക്. എന്തായിരുന്നു? ഉമാസ് എൽഡർ ബ്രദർ ഗോവിന്ദലാൽ looked inoffensive enough, but he was always writing in the newspapers. Listening to him talk, not one of his relatives or neighbors would ever think him capable of deep thought, and indeed no one could ever accuse him of thinking on any subject. But he wrote, and his views coincided entirely with those of most readers in Bengal. അപ്പം ഉമ്മയ്ക്കൊരു ബ്രദർ ഉണ്ട്, എൽഡർ ബ്രദറാണ്. എൽഡർ ബ്രദറിന്റെ നെയിം എന്തായിരുന്നു? ഗോവിന്ദലാൽ. അപ്പൊ അദ്ദേഹം എന്താണ്, ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പഞ്ചപാവമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഇദ്ദേഹത്തിന്റെ എഴുത്തെന്ന് പറയുന്നത് ഭയങ്കര ഫയറാണ്. ഓക്കെ, എന്താണ്, ഹി വാസ് ഓൾവേസ് റൈറ്റിംഗ് ഇൻ ന്യൂസ് പേപ്പേഴ്സിലായിരിക്കും, ആർട്ടിക്കിൾസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് ദെൻ ലിസണിംഗ് ടു ഹിം ടോക്ക്, നോട്ട് വൺ ഓഫ് ഹിസ് റിലേറ്റീവ്സ് ഓർ നെയ്ബേഴ്സ് വുഡ് എവർ തിങ്ക് ഹിം കേപ്പബിൾ ഓഫ് ഡീപ് തോട്ട്. അതായത് ഇദ്ദേഹം പൊതുവെ എന്താണ് ഒരു ഔട്ട്വേർഡ് അപ്പിയറൻസിൽ എന്താണ് ഹിസ് എ ക്വയറ്റ് പേഴ്സൺ ആണ്, പക്ഷേ ന്യൂസ് പേപ്പറിലൊക്കെ എഴുതും, അതൊക്കെ എന്താണ് ഭയങ്കര ഫയറാണ്. ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഭയങ്കര എന്താ പറയാ വലിയ വലിയ കാര്യങ്ങളാണ് എഴുതുന്നത്. അപ്പൊ നമ്മളിപ്പോ റിലേറ്റീവ്സും ബന്ധുക്കളും ഒക്കെ ഇയാളുടെ അടുത്ത് സംസാരിച്ചാൽ പോലും നമുക്ക് അത്രയും തോന്നത്തില്ല, ഓ ഇയാൾ ഇങ്ങനെ ഒരു വലിയ മനുഷ്യനാണെന്നും തോന്നത്തില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ എന്താണ് ഇയാൾ ഭയങ്കര ക്വയറ്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ആളുകൾക്കൊന്നും പറയാൻ ആളുകൾ വിചാരിക്കത്തില്ല ഇങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ എഴുതുവോ ന്യൂസ് പേപ്പറിൽ എന്ന് വെച്ചാൽ അത്രയും കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ആൻഡ് ഹിസ് വ്യൂസ് കോയിൻസൈഡഡ് എൻറ്റയർലി വിത്ത് ദോസ് ഓഫ് മോസ്റ്റ് റീഡേഴ്സ് ഇൻ ബംഗാൾ. അതായത് ബംഗാളിലെ റീഡേഴ്സിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് ഇദ്ദേഹത്തിന്റേത്. ആൻഡ് വിത്തൌട്ട് എനി റീകോഴ്സ് ടു ലോജിക്, ഡിപ്പെൻഡിംഗ് സോൾലി ഓൺ ദ എഫക്ട് ഓഫ് ഹിസ് ത്രില്ലിംഗ് റിട്ടോറിക്, ഗോവിന്ദലാൽ had composed an entertaining essay vigorously demolishing the grave misconceptions about physiology current among European scientists. അതായത് അദ്ദേഹം വലിയ വലിയ കാര്യങ്ങൾ, കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കും എഴുതുന്നത്. ഒരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ലോജിക്കൽ സീക്വൻസ് ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ കാണത്തില്ല. പക്ഷെ എഴുതുന്ന എന്തൊക്കെയാ ഭയങ്കര ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും, എന്നാൽ ഭയങ്കര വലിയ ടോപ്പിക്കുകളായിരിക്കും എഴുതുന്നത്. എന്താണ് അയാൾ എഴുതുന്നത്? ഇപ്പൊ എന്താണ് അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്? റിട്ടോറിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് പ്രസംഗം എന്നാണ്. എന്താണ് ഇദ്ദേഹം എഴുതുന്നത്? ഫിസിയോളജിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അമോങ് യൂറോപ്യൻ സയന്റിസ്റ്റ്. ഓക്കെ, ഫിസിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദി ഫംഗ്ഷൻ ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ആൻഡ് ദ പാർട്സ്. അതിന്റെ ആ ഒരു ഫിസിയോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് കടിച്ചാൽ പൊട്ടാത്ത രസയാണ് അദ്ദേഹം ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോജിക്കൽ സീക്വൻസ് ഒന്നും ഇല്ലെന്നാണ് നമ്മുടെ റൈറ്റർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, one day in the afternoon when no one was about, Uma took her brother's pen and ink and wrote on the essay in very large letters, Gopal is a very good man, ഒരു very good boy, he eats whatever he is given to him. അപ്പൊ എന്താണ്, ഒരു ദിവസം ഉമ്മ എന്ത് ചെയ്തു? she took her pen and scribbled on her എന്താണ് നമ്മുടെ ഗോവിന്ദലാലിന്റെ ബുക്കിന്റെ അല്ലെങ്കിൽ എസ്സയുടെ പുറത്ത് എന്ത് എഴുതി വെച്ചു? ഏതോ ഒരു ഗോപാലിനെ കുറിച്ച് എഴുതി വെക്കുവാണ്. ഗോപാൽ ഇസ് എ വെരി ഗുഡ് ബോയ്, ഹി ഈറ്റ്സ് വാട്ട് എവർ ഹി ഈസ് ഗിവൺ ടു ദം. ഗോപാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗുഡ് ബോയ് ആണ്, അവൻ എന്ത് കൊടുത്താലും അവൻ ഭക്ഷണം കഴിക്കും. I do not think that by her use of the name Gopal, Uma had intended any specific or special reflection on the readers of her brother's essay. But her brother's anger knew no bounds. അതായത് ഗോപാൽ എന്ന് പറഞ്ഞ ആളെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നോ കിട്ടിയ ഒരു പേരാണ്. ഓക്കെ, അത് നമ്മുടെ ബ്രദറിന്റെ എസ്സേയുമായിട്ട് ഒരു ബന്ധമൊന്നുമില്ല, എവിടുന്നോ കിട്ടിയ ഒരു പേര്. അതെന്തായാലും അവിടെ എഴുതി വെച്ചവള്. ബട്ട് her brother's anger knew no bounds. അതായത് എന്താണ്, ബ്രദറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഫസ്റ്റ് he beat her. ആദ്യമേ എന്ത് ചെയ്തു? അടിച്ചു. Then he confiscated her carefully collected mega store of writing implements, a stubby pencil and a blunt ink stain pen. ആദ്യമേ അടിച്ചു, പിന്നെ കോൺഫിസ്കേറ്റ് ചെയ്തു, അതായത് എടുത്തു മാറ്റി. എന്താണ് കോൺഫിസ്കേറ്റ് ചെയ്തത്? അവളുടെ റൈറ്റിംഗ് ഇംപ്ലിമെന്റ്സ്, അതായത് റൈറ്റിംഗ് ടൂൾസ്. എന്തൊക്കെയാണ് അവളുടെ റൈറ്റിംഗ് ടൂൾസ്? ഒരു പെൻസിലും ഒരു പേനയും ഒരു ഇങ്ക് സ്റ്റെയിൻഡ് പെന്നും. ആൻഡ് എ ഹ്യൂമിലിയേറ്റഡ് ഗേൾ. ഇപ്പം ഇവർക്ക് എന്താണ്, ഷി വാസ് ഹ്യൂമിലിയേറ്റഡ്, അതായത് എന്താണ് ഒരു നാണക്കേട് പോലെ തോന്നി. And she was unable to fully understand the reason for this severe punishment. And she sat in a corner of the room and began to cry. അപ്പൊ ഇവക്ക് ഇതിന്റെ ഒരു പണിഷ്മെന്റിന്റെ ഒരു മീനിങ് മനസ്സിലായില്ല, എന്തിനാ എന്നെ ഇത്ര അടിച്ചെന്ന് ഇവക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. And so she began to cry sitting in a corner.
After the periods of the discipline was over, Gomindlal somewhat remorsefully returned to Uma's looted property and moreover tried to assuage the little girl's grief by presenting her with a bound, ruled, stout exercise book. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദലാലിന് ഒരു ഗിൽറ്റി ഫീലിംഗ് വന്നു. ഓക്കെ, എന്താണ് കുഞ്ഞുകുട്ടിയല്ലേ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ലൂട്ട് ചെയ്ത സാധനങ്ങൾ, അതായത് എടുത്തു മാറ്റിയില്ലേ നേരത്തെ പേനയും പെൻസിലും ഒക്കെ, അതെന്തായാലും എന്ത് ചെയ്തു, തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഇവക്ക് എന്താണ് അവളുടെ വിഷമം മാറാൻ വേണ്ടി എന്താണ് ഹി ഗിഫ്റ്റഡ് ഹർ ആൻ എക്സസൈസ് ബുക്ക് മേടിച്ചു കൊടുത്തു. ഓക്കെ, അതായത് റൂൾഡ്, അതായത് ലൈനുള്ള ഒരു സ്റ്റൗട്ട്, അതായത് വലിയൊരു എക്സസൈസ് ബുക്ക് ഇവക്ക് മേടിച്ചു കൊടുത്തു. ഉമ വാസ് ദെൻ 7 years old ഉണ്ടായിരുന്നു. അന്ന് 7 വയസ്സേ ഉള്ളൂ ഉമയ്ക്ക്. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ഉമ എന്ത് ചെയ്തു, ദിസ് എക്സസൈസ് ബുക്ക് സ്പെൻഡ് ഇറ്റ്സ് നൈറ്റ് അണ്ടർ ഉമാസ് പില്ലോ ആൻഡ് ഇറ്റ്സ് ഡേയ്സ് അണ്ടർ ഹർ ആം ഓർ ഇൻ ഹർ ലാപ്പ്. അതായത് ഉമ എന്ത് ചെയ്തു, പിന്നെ അവളുടെ ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി, അതായത് ഡേ ആയാലും നൈറ്റ് ആയാലും എന്താണ് ഇവൾ ഈ എക്സസൈസ് ബുക്കുമായിട്ട് പിന്നെ നടക്കത്തോളൂ. ഉറങ്ങുമ്പോൾ എന്താണ്, ഉറങ്ങുമ്പോൾ ഉമ്മയുടെ പില്ലോടെ കീഴിൽ വെക്കും എക്സസൈസ് ബുക്ക്. രാവിലെ എണീക്കുമ്പോൾ എന്താണ് ഒന്നുകിൽ ഇവളുടെ മടി കാണും അല്ലെങ്കിൽ കയ്യിൽ കാണും എക്സസൈസ് ബുക്ക്. ആൻഡ് വെൻ ഹർ ഹെയർ ഇൻ എ ടൈനി ബ്രെയ്ഡ് അക്കമ്പനീഡ് ബൈ എ മെയ്ഡ് ഷീ വെന്റ് ടു ദ ഗേൾസ് സ്കൂൾ ഇൻ ദ വില്ലേജ്. ദ എക്സസൈസ് ബുക്ക് വെന്റ് അലോങ് വിത്ത് ഹർ. അതായത് അവൾ എവിടെ പോയാലും എന്താണ് അവളെ അക്കമ്പനി ചെയ്യുന്ന അല്ലെങ്കിൽ അവളുടെ ബുക്കും അവളുടെ കയ്യിൽ തന്നെ കാണും. The sight of it would arouse wonder in some of the girls, greed or envy in others. അതായത് ഒരു മെയ്ഡ് ഇപ്പം, അതായത് അവിടെയുള്ള ജോലി സെർവന്റ് ഇപ്പൊ അവളുടെ മുടി കെട്ടി കൊടുക്കുവാണെങ്കിലും അവളിപ്പോ സ്കൂളിൽ പോവുകയാണെങ്കിലും എല്ലാ സിറ്റുവേഷൻസിലും എന്താണ് എല്ലാ സർക്കംസ്റ്റൻസസിലും ഇവളുടെ കയ്യിൽ ഷി വിൽ ഓൾവേസ് ക്യാരി ദിസ് എക്സസൈസ് ബുക്ക് വിത്ത്. സോ ഇൻ ഹർ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, മെനി ഓഫ് ഹർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സർപ്രൈസ്ഡ് അറ്റ് ദിസ് എക്സസൈസ് ബുക്ക്, അല്ലെങ്കിൽ ബൈ സീയിങ് ഹർ ക്യാരിങ് ദിസ് എക്സസൈസ് ബുക്ക്. അപ്പൊ അങ്ങനെ ഒരു വലിയ ബുക്ക് അവരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്കൊക്കെ എന്താണ് ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. ആൻഡ് അവരെന്താണ് envious ആയി അല്ലെങ്കിൽ jealous ആയിട്ട് മാറി. In the first year, she wrote carefully in her exercise book, "The birds sing, the night is past." She would sit on the floor of her bedroom, clutching the exercise book, and write, read, and declaim loudly in a sing-song voice. In this way, she collected many lines of prose and poetry. അതായത് ഇവൾ എന്താണ് എക്സസൈസ് ബുക്കിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. എന്തൊക്കെയാണ് എഴുതുന്നത്? ബേർഡ് സിംഗ്, ദ നൈറ്റ് ഇസ് പാസ്റ്റ്. ആദ്യമൊക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ട് കൊണ്ടു നടന്ന ബുക്ക്. പിന്നെന്താണ് ബെഡ്റൂമിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിരുന്ന് എഴുതാൻ തുടങ്ങി. എന്നിട്ട് അത് വായിക്കാൻ തുടങ്ങി. പിന്നെന്താണ് അത് പാട്ടുപാടി നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ പ്രോസിനെ കുറിച്ചും പോയട്രിയെ കുറിച്ചും, പ്രോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്ഷൻ, അതായത് ഇപ്പൊ എന്ത് കൈ കിട്ടിയാലും എസ്സേ ആണെങ്കിലും നോവൽസ് ആണെങ്കിലും എന്തായാലും അതിനെ കുറിച്ച് എഴുതാൻ തുടങ്ങി. പിന്നെ പോംസിനെ കുറിച്ച് ഇവള് എഴുതാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ ഇൻ ദ സെക്കൻഡ് ഇയർ എ ഫ്യൂ ഇൻഡിപെൻഡന്റ് കോമ്പോസിഷൻസ് ബിഗാൻ ടു മേക്ക് ദിയർ അപ്പിയറൻസ്. അപ്പോൾ ഒരു 9 years ഏജ് ഒക്കെ ആയപ്പം എന്തായിരുന്നു, 9 years ഏജ് ആയപ്പോ എന്താണ് she began to write independent compositions. അതായത് അവൾ സ്വയം എഴുതാൻ തുടങ്ങി. ആൻഡ് they were very brief but extremely pregnant, lacking both introduction and conclusion. വെരി ബ്രീഫ് എന്ന് വെച്ചാൽ എന്തുവാണ് ഈ ഒരു എഴുതാൻ തുടങ്ങിയ ആ ഒരു റൈറ്റിംഗ്സ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് ആയിരുന്നു. പക്ഷേ എക്സ്ട്രീംലി പ്രഗ്നന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് എന്തായിരുന്നു ഭയങ്കര മീനിങ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഇറ്റ് ലാക്സ് ബോത്ത് ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും കാണില്ല. ഒരു തുടക്കവും ഒരു ഒടുക്കവും കാണത്തില്ല ഇവളുടെ റൈറ്റിംഗ്സിന്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പോലെ താഴെ കൊടുത്തിട്ടുണ്ട്. ബിലോ വെയർ ഷി ഹാഡ് കോപ്പിഡ് ഔട്ട് ദ ടെയിൽ ഓഫ് ദ ടൈഗർ ആൻഡ് ഹെറോൺ ഫ്രം കഥാമാല, യു വുഡ് കം അക്രോസ് എ ലൈൻ നോട്ട് ടു ബി ഫൗണ്ട് ഇൻ കഥാമാല, നോട്ട് ഫോർ ദ മാറ്റർ എനിവെയർ ഇൻ ബംഗാളി ലിറ്ററേച്ചർ ടു ദിസ് ഡേ. ദ ലൈൻ റാൻ ആസ് ഫോളോസ്, ഐ ലവ് ജാഷി വെരി മച്ച്. അതായത് ഇപ്പൊ ഒരു കഥാമാല എന്ന് പറയുന്നത് നമ്മുടെ അമർ ചിത്ര കഥ പോലെ അവർക്കൊരു കഥാമാലയുണ്ട് കേട്ടോ. അതിനകത്ത് അവൾ എന്തായിരിക്കും, കഥാമാല എന്ന് പറയുന്നത് ഒരു അമർ ചിത്ര കഥ എന്നൊക്കെ പറയില്ലേ, അതാണ്. ബുക്ക് ഓഫ് ആനിമൽ ഫേബിൾസ് ആണ്, ഈസപ്പ് ഫേബിൾ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം, അതാണ് കഥാമാല. ആനിമൽസിന്റെ ആ ഒരു സ്റ്റോറീസും മോറൽ സ്റ്റോറീസ് ഒക്കെയാണ് ഉള്ളത്. അവൾ അത് വായിച്ചിട്ട് എന്ത് ചെയ്യും, ടൈഗർ ആൻഡ് ഹെറോന്റെ ഒരു സ്റ്റോറി വായിക്കുവാണെങ്കിൽ അത് തന്നെ അതുപോലെ എഴുതി അങ്ങ് വെക്കും നോട്ട്ബുക്കിൽ. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഇടയ്ക്ക് യാതൊരുവിധ ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങളും കൂടെ എഴുതി വെക്കും. ഫോർ എക്സാമ്പിൾ ലൈക്ക് എന്താണ്, ഐ ലവ് ജാഷി വെരി മച്ച്, ഇങ്ങനൊരു ലൈനും കൂടെ അതിന്റെ ഇടയ്ക്ക് കയറ്റി വെക്കും. അതായത് അവൾ എപ്പോഴും അപ്പം ആ സമയത്ത് എന്താണ് ആ കുഞ്ഞിന്റെ മൈൻഡിൽ തോന്നുന്നത് അല്ലെങ്കിൽ അവൾ എന്താണോ കാണുന്നത് അതും കൂടെ എഴുതി വെക്കും. എഴുതിയപ്പോ ഒരു ഒടുക്കവും എന്താ പറയാ എൻഡും ഇല്ലാതെ ആയിരിക്കും എഴുതുന്നത്, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളും ആയിരിക്കും ചിലപ്പോൾ എഴുതുന്നത്. സോ ലെറ്റ് നോ വൺ തിങ്ക് ദാറ്റ് ഐ എം അബൌട്ട് ടു ടെൽ എ ലവ് സ്റ്റോറി. Jashi was not an 11 or 12-year-old boy of the neighborhood. She was an elderly servant of the household, her real name being Jashoda. അപ്പം ഐ ലവ് ജാഷി വെരി മച്ച് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ട് അപ്പം നമ്മുടെ ടാഗോർ പറയാണ്, ജാഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പോലെ ലവ് സ്റ്റോറിയെ കുറിച്ചോ ഉള്ള ലവറിനെ കുറിച്ച് എങ്ങനോ ആയിരിക്കും എന്ന്. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് എൻ 11 or 12-year-old ബോയ് ഒന്നും അല്ല. ആരാണ് ജാഷി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെർവൻസ് നെയിം ആണ് അവളുടെ വീട്ടിലെ. ജാഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജശോദ. But it is impossible to gauge the real nature of the little girl's feeling for Jashi from this own sentence. He who wished to write a reliable history of this matter would find a clear denial of the earlier statement just 2 pages later.
അതായത് ഈ ഒരു സെന്റൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, ഈ ഒരു കുഞ്ഞിന് ജാഷിയെ ഭയങ്കര, അതായത് ജശോദയെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല. ആ ഒരു മൊമെന്റിൽ അവർക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അവളതങ്ങ് എഴുതി വെക്കും. ഓക്കെ, ഇനി അടുത്ത. അപ്പൊ ഇതൊന്നും ആയിരിക്കത്തില്ല, 2 പേജ് കഴിഞ്ഞ് വായിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല എഴുതി വെക്കുന്നത്. അപ്പൊ എന്താണോ സംഭവം നടന്നത് അതിനെ കുറിച്ചായിരിക്കും എഴുതി വെക്കുന്നത്. ഒരു കണ്ടിന്യൂഷൻ പോലെ കാണില്ല. ഇപ്പൊ അവള് ഐ ലവ് ജാഷി വെരിമച്ചെന്നാണെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാകുമ്പോൾ അടുത്ത പേജിലോ അല്ലെങ്കിൽ 2 പേജ് കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും, അവരെ ഇഷ്ടമല്ല എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതി വെച്ചേക്കുന്നത്. ഒരു കണ്ടിന്യൂഷൻ കാണില്ല. ഓക്കെ, സോ ഒരു കുഞ്ഞു കുട്ടിയായോണ്ട്, ആൻഡ് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് വൺ ഇൻസ്റ്റൻസ്. Throughout Uma's compositions, one might note this fault of self-contradiction. In one place we might read, I will never speak to Hari again. അതായത് ഈ ഒരു കോൺട്രഡിക്ഷൻസ് കാണും. അതായത് ഒരു സ്ഥലത്ത് ചിലപ്പോൾ പറഞ്ഞേക്കും ഐ ലവ് ജാഷി വെരി മച്ച്, അതിന്റെ 2 പേജ് കഴിയുമ്പോൾ ഇവിടെ എന്തായിരിക്കും എഴുതി വെക്കുന്നത്, ഐ ഹേറ്റ് ഹർ എന്നായിരിക്കും. അല്ലെ, അതുപോലെ തന്നെയാണ്. അപ്പൊ ഇതുപോലൊരു സംഭവം എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇവളുടെ ആ ഒരു റൈറ്റിംഗ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്ഥലത്ത് ചിലപ്പോൾ എന്താണ്, ഹരിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എന്തെങ്കിലും എഴുതുമായിരിക്കും. അടുത്ത സ്ഥലത്ത് എന്തായിരിക്കും എഴുതുന്നത്, ഐ നെവർ സ്പീക്ക് ടു ഹരി അഗെയിൻ, ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. ആ ഒരു കോൺട്രഡിക്ഷൻ കാണും, വ്യത്യാസം. ആൻഡ് നോട്ട് എ ബോയ് ഹരിചരൺ ബട്ട് എ ഗേൾ സ്കൂൾ മേറ്റ് ഓഫ് ഉമ. അപ്പൊ ഈ ഹരി ആരാ, ഒരു ബോയ് അല്ല, ബോയ് ഹരിചരൺ അല്ല, പക്ഷെ ഒരു ഗേൾ ആണ്. ഒരു ഗേൾ സ്കൂൾമേറ്റിന്റെ പേരാണ് കേട്ടോ ഈ ഹരി എന്ന് പറയുന്നത്. പിന്നെ ആ ഗേൾ സ്കൂൾമേറ്റിന്റെ പേരെന്താണ്, ഹരിദാസി. But soon after that was a statement which might induce one to think that Uma had no dearer friend in all the world than Hari. നമ്മൾ വിചാരിക്കും അപ്പൊ ഹരി മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ആയിട്ട് എന്നുള്ളൊരു നമുക്കൊരു തോട്ട് വരും. കാരണം ഹരിയെ കുറിച്ചല്ലേ എഴുതിയത്. നെക്സ്റ്റ് ഇയർ, അപ്പൊ ഒരു 10 വയസ്സായപ്പോ എന്ത് സംഭവിച്ചു, നെക്സ്റ്റ് ഇയർ when the little girl 9 years old ആയപ്പോ എന്ത് സംഭവിച്ചു, the strains of Shehnai could be heard one morning in the house. It was Uma's wedding day. അങ്ങനെ എന്താ പറയാ, ഇയേഴ്സ് പാസ് ബൈ. അപ്പൊ എന്താണ് 9 years ആയപ്പോ എന്താണ്, ഒരു ദിവസം നമ്മുടെ പിന്നെ കാണിക്കുന്ന എന്താണ് ഒരു സീൻ എന്താണ്, നമ്മുടെ ടാഗോർ കാണിക്കുന്ന ഒരു ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇമാജിൻ ദിസ്. ഓക്കെ, ഇമാജിൻ ദിസ് സ്റ്റോറി. അതായത് ഒരു കൊച്ചു ബുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം 9 വയസ്സായപ്പോ അവളുടെ വീട്ടിൽ നിന്ന് ഒരു ഷെഹനായി മ്യൂസിക് കേൾക്കുന്നു. അപ്പൊ എന്താണ്, ദാറ്റ് വാസ് ഉമാസ് വെഡിങ് ഡേ ആണ്. ദ ഗ്രൂം വാസ് കോൾഡ് പ്യാരി മോഹൻ ആൻഡ് ഹി വാസ് ലിറ്റററി അസോസിയേറ്റ് ഓഫ് ഗോവിന്ദലാൽ. നമ്മുടെ ഗോവിന്ദലാൽ ഉണ്ടല്ലോ, ഉമാസ് എൽഡർ ബ്രദർ, അയാളുടെ ഒരു ഫ്രണ്ടാണ്, ലിറ്റററി ഫ്രണ്ടാണ്. അതായത് അയാളുടെ കൂടെ വർക്ക് അല്ലെങ്കിൽ എഴുതുന്ന ഒരു ഫ്രണ്ടാണ്, എസ്സേ ഒക്കെ എഴുതുന്ന ഒരാളാണ്. അയാളുമായിട്ട് നമ്മുടെ ഉമ്മയുടെ കല്യാണം ഉറപ്പിച്ചു. He was just 9 years old. Although he was not old and had received some education, his mind had remained entirely closed to new ways of thought. അതായത് എന്താണ്, ഈ പ്യാരി മോഹൻ എന്ന് പറഞ്ഞ മനുഷ്യന് അത്രയ്ക്ക് വലിയ വയസ്സൊന്നും ഇല്ല, ആൻഡ് ഹാസ് റിസീവ്ഡ് സം എഡ്യൂക്കേഷനും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇയാളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് പഴഞ്ചൻ മൈൻഡ് തന്നെയാണ്. For this reason, he was very highly regarded by his neighbors, and Govindal tried to follow his example, though without complete success. അതായത് എന്താണ്, ഈ പ്യാരി മോഹൻ എന്ന് പറയുന്നപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് പഴഞ്ചനായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പോഴും മൈൻഡിൽ കിടക്കുന്നു. കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ന്യൂ വേസ് ഓഫ് തിങ്കിങ്ങിനോട്ട് ഇയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ നെയ്ബേഴ്സിനും ഒക്കെ വലിയ കാര്യമായിരുന്നു. ആൻഡ് ഗോവിന്ദലാൽ ഓൾസോ ട്രൈ ടു ഇമിറ്റേറ്റ് ഹിസ് ഫോം ഓഫ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, draped in Banarasi sari, her little face veiled, Uma went weeping to her husband's house. ബനാറസി സാരിയിലൊക്കെയാണ് ഈ കുഞ്ഞിനെ ഉടുപ്പിച്ച് കുഞ്ഞിന്റെ മുഖമൊക്കെ മൂടി, അതായത് വെയിൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലൂടെ സാരി തുമ്പ് ഇങ്ങനെ മൂടി വെക്കുന്നത്. അപ്പൊ കരഞ്ഞുകൊണ്ടാണ് ഹസ്ബൻഡ് ഹൗസിലോട്ട് ഇവള് പോയത്. ഹർ മദർ ടോൾഡ്, ലിസൺ ടു യുവർ മദർ ഇൻ ലോ ഡാർലിംഗ്, അറ്റൻഡ് ടു ദ ഹൗസ് ഹോൾഡ്, ഡോണ്ട് സ്പെൻഡ് ഓൾ യുവർ ടൈം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അവളുടെ അമ്മയുടെ അഡ്വൈസ് എന്തായിരുന്നു, മദർ ഇൻ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേൾക്കണം, കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തോണം, അതായത് ഹൗസ് ഹോൾഡിലെ കാര്യങ്ങളെല്ലാം നോക്കി ചെയ്യണം, എപ്പോഴും എന്താണ് ബുക്കുമായിട്ട് നടന്ന് എഴുതിക്കൊണ്ട് വായിച്ചുകൊണ്ട് നടക്കരുത്. ആൻഡ് ഗോവിന്ദനാൽ ഇവളുടെ എൽഡർ ബ്രദർ എന്താണ് പറഞ്ഞത്, റിമെമ്പർ നോട്ട് ടു സ്ക്രാച്ച് ലെറ്റേഴ്സ് ഓൺ ദ വാൾസ്. ഒരു കുഞ്ഞു കൊച്ചിന്റെ അടുത്ത് എന്താണ് പറഞ്ഞത്, അവിടെ പോയിട്ട് വാൾസിന്റെ അടുത്തൊന്നും പോയി വാൾസിൽ അതായത് ഭിത്തിയിലൊന്നും ഇവിടെ കിടന്ന് കാണിക്കുന്ന കണക്ക് സ്ക്രാച്ച് ചെയ്യരുത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് കൈൻഡ് ഹൗസ്. അതായത് എന്താണ്, നമ്മുടെ ഇവിടുത്തെ കണക്കുള്ള വീടൊന്നും അല്ല, ആളുകളൊന്നും അല്ല. ആൻഡ് ഫോർ ഹെവൻസ് സേക്ക് ഡോണ്ട് സ്ക്രിബിൾ ഓൺ എനി ഓഫ് പ്യാരി മോഹൻസ് റൈറ്റിംഗ്സ്. ഇനി പ്യാരി മോഹൻ എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറത്തൊന്നും കയറി കുത്തി വരച്ച് കളയരുത് എന്ന് പറഞ്ഞു. ലിറ്റിൽ ഗേൾസ് ഹാർട്ട് ക്വേക്ഡ് എന്ന് വെച്ചാൽ എന്താണ്, അവളൊന്ന് പേടിച്ചു. ഷി റിയലൈസ് ദാറ്റ് നോ വൺ വുഡ് മേക്ക് അലവൻസസ് ഫോർ ഹർ ഇൻ ദ ഹൗസ് ടു വിച്ച് ഷി വാസ് ഗോയിങ്. അവളെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ, ആ ഒരു വീട്ടിലോട്ടല്ലേ, പുതിയൊരു വീട്ടിലോട്ടല്ലേ, അവിടെ ആരും ഇവളെ ഹെൽപ്പ് ചെയ്യാനും ഒന്നും വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. ത്രൂ മെനി reprimands suffered many days, she would have to learn what they regarded as fault, what an offense, what an oversight. The Shehnai was playing again that morning, but it is doubtful whether there was one person in the crowd who understood what was going on in the trembling heart of that little girl covered with ornaments in a veil and Banarasi saree. പക്ഷെ ആരും മനസ്സിലാക്കാനില്ലായിരുന്നു ഈ കുഞ്ഞിന്റെ ഹൃദയം, അതായത് കുഞ്ഞിന്റെ മൈൻഡിൽ എന്തൊക്കെയാണ് തോട്ട്സ് എന്നും
അവളുടെ ആ ഒരു വിഷമമൊന്നും മനസ്സിലാക്കാൻ ആരും ഇല്ലായിരുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ക്രൗഡിൽ നിന്ന് ഒരൊറ്റ ആൾ പോലും കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചില്ല. ജാഷി വെന്റ് വിത്ത് ഉമ. അപ്പൊ ഈ നമ്മുടെ ജശോദയുണ്ടല്ലോ, സെർവന്റും ഉമ്മയുടെ കൂടെ ഹസ്ബൻഡ് ഹൗസിലോട്ട് പോയി. കാരണം എന്താണ്, ഒരു ന്യൂലി ബ്രൈഡ് ആയതുകൊണ്ടും കുഞ്ഞു കൊച്ചായതുകൊണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് കൂട്ടായിട്ടൊക്കെ നിന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോരാൻ. It was understood that she would stay for a few days to settle Uma in her in-laws house and then return. Okay. The kind-hearted Jashi, after much thought, took Uma's exercise book along with her. അപ്പം ജാഷിക്ക് അറിയാം ഈ ഉമ എക്സസൈസ് ബുക്കായിട്ടാണ് ഫുൾ നടക്കുന്നത്. അപ്പൊ ഈ എക്സസൈസ് ബുക്കായിട്ട് നമ്മുടെ ജാഷി പോയത്. ദ ബുക്ക് വാസ് പാർട്ട് ഓഫ് ഹർ പെറ്റേണൽ ഹൗസ്, എ ലവിംഗ് റിമൈൻഡർ. അതായത് അവളുടെ സ്വന്തം വീട്ടിൽ, അതായത് അച്ഛന്റെ വീട്ടിലെ ആ ഒരു ഓർമ്മയായിരുന്നു ഈ ബുക്ക് എന്ന് പറയുന്നത്, അല്ലെ. എ ലവിംഗ് റിമൈൻഡർ ഓഫ് എ ബ്രീഫ് സ്റ്റേ ഇൻ ദ ഹൗസ് ഓഫ് ഹർ ബർത്ത്. അതായത് 9 വർഷം മാത്രമേ ആ കുഞ്ഞിന്റെ സ്വന്തം വീട്ടിൽ നിന്നിട്ടുള്ളൂ. അതിന്റെ ഒരു ഓർമ്മയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു എക്സസൈസ് ബുക്ക്, അല്ലെ. അവളുടെ ആളുകളെ കുറിച്ചും അവൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച്, സ്കൂളിനെ കുറിച്ച്, ജശോദയെ കുറിച്ച്, ഫ്രണ്ടിനെ കുറിച്ച് എല്ലാം ആ ബുക്കിനകത്താണ് എഴുതി വെക്കുന്നത്. ഇൻ ക്രൂക്കഡ് അൺഫോംഡ് ലെറ്റേഴ്സ്. കണ്ടോ, ഇപ്പോഴും ക്രൂക്കഡ് ആണ് ലെറ്റേഴ്സ്. അതായത് ആ ഒരു കുഞ്ഞിന് കൈ പോലും തെളിയാൻ, ആ ലെറ്റേഴ്സ് പോലും തെളിഞ്ഞ് എഴുതാനുള്ള ആ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല. അത്രയും ഗ്രോൺ അല്ല ഈ കുഞ്ഞ്. അൺഫോംഡ് ലെറ്റേഴ്സ് ആണ് ഇപ്പോഴും. ഇറ്റ് ഓൾ ദി എബ്രിഡ്ജ്ഡ് ഹിസ്റ്ററി ഓഫ് എ പേരൻസ് ലവ് ആൻഡ് കെയർ ഫോർ ഹർ. എബ്രിഡ്ജ്ഡ് ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ബ്രീഫ് ഹിസ്റ്ററി. അതായത് അവൾക്ക് അവളുടെ അച്ഛനോടത്തും അമ്മയോടത്തും ഉള്ള അവളോട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ള ആ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ലവ്. ബ്രീഫ് ഹിസ്റ്ററി എന്തുകൊണ്ടാണ്? 9 വയസ്സ് വരെ ആ കുഞ്ഞ് ആ വീട്ടിൽ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങൾ മാത്രം ആ ബുക്കിനകത്തുള്ളൂ. അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങളും കെയറിങ്ങും അതൊക്കെ ഉള്ളത്. ഇറ്റ് ബ്രോട്ട് എ ബ്രീഫ് സേവർ ഓഫ് gender freedom to the little girl in the midst of her premature wifeless. അപ്പൊ ഈ ഒരു എക്സസൈസ് ബുക്ക് ആക്ച്വലി ഗേവ് ഹർ എ ഫ്രീഡം. അതായത് ഒരു അൺനോൺ പ്ലേസിൽ, എനിക്ക് ഒരു സ്ട്രേഞ്ച് പ്ലേസിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്തായിരുന്നു? ഒരു ഫ്രീഡം എന്തായിരുന്നു? ഈ ഒരു എക്സസൈസ് ബുക്കാണ്. പ്രിമച്യൂർ വൈഫ്ലിനെസ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? മെച്ചുവർഡ് ആവാതെ അവള് വൈഫായി, അല്ലെ. പ്രിമച്യൂർ മീൻസ് മെച്ചുവർ ആവാതെ. ഓക്കെ. അതായത് യങ്ങായിട്ടിരിക്കുമ്പോ തന്നെ വൈഫായ ഒരു പെൺകുട്ടിയാണ് ഈ കുട്ടി. അപ്പൊ അവൾക്കൊരു ആശ്വാസം എന്തായിരുന്നു? ഈ ഒരു എക്സസൈസ് ബുക്ക് ആയിരുന്നു. ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ഹർ അറൈവൽ ഇൻ ഹർ ഇൻ-ലോസ് ഹൗസ്, ഉമ റോട്ട് നത്തിങ്. ഷീ ഹാഡ് നോ ടൈം. അറ്റ് ലെങ്ത് സം ഡേയ്സ് ലേറ്റർ ജാഷി റിട്ടേൺ ടു ഹർ ഫോമർ റെസിഡൻസ്. ആദ്യത്തെ കുറെ ദിവസം അവൾക്ക് സമയമില്ലായിരുന്നു. കാരണം ഈ ബന്ധുക്കൾ, റിലേറ്റീവ്സ്, പിന്നെ കുറെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവൾക്കൊന്നും എഴുതാൻ സമയം കിട്ടിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജാഷി ഓൾസോ റിട്ടേൺ ടു ഹർ ഫോർമർ റെസിഡൻസ്. ജാഷിയും തിരിച്ചുപോയി. And that day Uma shut the door of her bedroom in the afternoon, took the exercise book out of the tin box and wrote tearfully in it, Jashi has gone home. I want to go back to mother too. ആ ഒരു ഡേ, ജാഷി പോയ ദിവസം ഇവൾ എന്ത് ചെയ്തു? ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് അവളുടെ ബുക്കിനകത്ത് എന്ത് എഴുതി വെച്ചു? ഒരു ടിൻ ബോക്സിനകത്താണ് ഈ ബുക്ക് വെച്ചേക്കുന്നത്. അവള് കൊണ്ടുവന്ന് പെട്ടിക്കകത്താണ്. എന്താണ് കരഞ്ഞുകൊണ്ട് എഴുതി വെച്ചത്? ജാഷി തിരിച്ച് വീട്ടിൽ പോയി, എനിക്കും അമ്മയുടെ അടുത്ത് പോകണം. And now Uma no longer had the leisure to copy anything out of the Charupat or Bododei. Perhaps she did not have the inclination either. അതായത് ഇപ്പൊ ആ കുഞ്ഞിന് ഒന്നും ചാരുപത്ത് ആൻഡ് ബോധോദയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ്, ഈ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. അത് ഈ ബംഗാളിലെ, അതായത് ഈ മോറൽ സ്റ്റോറീസും അങ്ങനത്തുള്ള സ്റ്റോറീസ്, വാല്യൂസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന കുഞ്ഞു ചിൽഡ്രൻസ് ടെക്സ്റ്റ് ആണ്. അപ്പൊ അത് ആണ് ചാരുപത്ത് അല്ലെങ്കിൽ ബോധോദയ്. ചിൽഡ്രൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചിൽഡ്രൻ അപ്പോസ്ട്രഫിയസ് ആണ്, ചിൽഡ്രൻസ് ടെക്സ്റ്റ് ആണ്. അപ്പൊ അതിനകത്തൊന്നും കോപ്പി ചെയ്ത് എഴുതാനും കഥാമാല പോലുള്ള ബുക്കുകളൊന്നും ഈ വീട്ടിലില്ല. സോ നൗ എഡേസ് ദർ വേർ നോ ഗ്രേറ്റ് ഇന്റർവെൽസും ഇല്ല. അതായത് അവർക്ക് കുഞ്ഞു ബ്രേക്കുകളും കിട്ടുന്നില്ല ഈ വീട്ടിൽ വന്നതിന് ശേഷം. Immediately after the above statement we might read, if the other comes to take me home just once, I will never spoil his writings again. അപ്പൊ കുഞ്ഞ് എന്തുകൂടെ എഴുതി വെച്ചു? അച്ഛൻ ഇപ്പൊ എന്നെ വിളിക്കാൻ വന്നിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു പോയി, അതായത് അച്ഛൻ എന്നെ വിളിക്കാൻ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും അച്ഛന്റെ ബുക്കിലോ ഒന്നും കുത്തിവരയ്ക്കാൻ ഇനി നിൽക്കില്ല. And it is said that Uma's father often attempted to bring Uma home, but Gobindalal teamed up with Prabhari Mohan to frustrate these plans. He said that now was the time for Uma to learn devotion to her husband. അപ്പൊ ഉമ്മയുടെ അച്ഛന് കഷ്ടം തോന്നി വിളിച്ചോണ്ട് വരാനൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ഈ ഗോവിന്ദലാലും പ്യാരി മോഹനും കൂടെ ടീമപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്തു? വേണ്ട, ഈ സമയമാണ് അവൾക്ക് ശരിക്കും ഹസ്ബൻഡിനോടുള്ള ഡിവോഷൻ അല്ലെങ്കിൽ ആ ഒരു കെയറിങ്ങും ലവിങ്ങും അതൊക്കെ കാണിക്കേണ്ട ഒരു ടൈം. അതായത് വേറൊന്നുമില്ല, ഈ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഒക്കെ പഠിക്കേണ്ട ടൈം ഇതിപ്പോഴാണ്. കിച്ചണിലെ വർക്കും കാര്യങ്ങളും ഒക്കെ പഠിക്കേണ്ട ഇപ്പോഴാണ്. സോ ഇപ്പൊ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചു ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോവില്ല. സോ ലെറ്റ് ഹർ സ്റ്റേ ഇൻ ഹർ ഹസ്ബൻഡ്സ് ഹൗസ്. അങ്ങനെ പറഞ്ഞു. ഇഫ് ഷീ ബ്രോട്ട് അവേ ഫ്രീക്വന്റ്ലി ഫ്രം ഹർ ഹസ്ബൻഡ്സ് ഹൗസ് ഇൻ ദ ഫെമിലിയർ ആംബിറ്റ് ഓഫ് ഹർ പേരൻസ് ലവ്, ഹർ മൈൻഡ് വുഡ് ബി അൺനെസറിലി ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ അവൾ തിരിച്ചു പോകാൻ കൂട്ടാകത്തില്ല. സോ മിക്സിംഗ് അഡ്വൈസ് ആൻഡ് മോക്കറി, ഹി കമ്പോസ് സോ എക്സലന്റ് ആൻ എസ്സേ ഓൺ ഹിസ് തീം that none of his light-minded readers could refrain from admitting the undeniable truth of his exposition. ഇതിനെക്കുറിച്ച് നമ്മുടെ പ്യാരി മോഹൻ എന്ത് ചെയ്തു? ഒരു എസ്സേ തന്നെ അങ്ങ് എഴുതി വെച്ചു.
എന്തിനെ കുറിച്ച്? ഇതുപോലെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എന്താണ് ഒരു അഡ്വൈസ് പോലെ, ഒരു കളിയാക്കൽ പോലെ എന്ത് ചെയ്തു, കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എന്താണ് ഹസ്ബൻഡ് വീട്ടിലാണ് നിൽക്കേണ്ടത്, തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ്, ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ആവും, പിന്നെ തിരിച്ച് മറ്റേ വീട്ടിലോട്ട് പോകാൻ ഇഷ്ടപ്പെടില്ല എന്നതിനെ കുറിച്ചൊരു എക്സലന്റ് എസ്സേ ആരെഴുതി വെച്ചു? പാരി മോഹൻ എഴുതിയും വെച്ചു. Having heard people say this, Uma wrote in her exercise book, Dada, I beg of you, take me home just once, I will never make you angry again. അപ്പൊ ഉമ്മ എന്താ ഇതെല്ലാം അവിടെ കേട്ടു, അതായത് തിരിച്ച് വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ ഉമ്മ വീണ്ടും എന്ത് എഴുതി വെച്ചു? എന്നെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അതായത് അച്ഛന്റെ അടുത്ത് പറയുന്ന കണക്കൊരു ഡയലോഗ് എഴുതി വെച്ചു. എന്താണ്? അച്ഛൻ എന്നെ ഒന്ന് കൊണ്ടുപോകും വീട്ടിലോട്ട്, ഞാൻ ഇനി ഒരിക്കലും അച്ഛനെ എന്താണ് ദേഷ്യം പിടിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ അച്ഛന്റെ ബുക്കിലൊന്നും ഇനി കുത്തി വരയ്ക്കില്ല. കാരണം ആ കുഞ്ഞിന് വേറെ ആരോടും പറയാനില്ലാത്തതുകൊണ്ടാണ് ഒരു കമ്പാനിയൻ എന്ന പോലെ ഡയറിക്കകത്താണ് ഇതെല്ലാം പറയാനുള്ളത്, വിഷമങ്ങളും എല്ലാം ഇപ്പം എഴുതി വെക്കുന്നത്. വൺ ഡേ ഉമ ഷട്ട് ദ ഡോർ ആൻഡ് വാസ് റൈറ്റിംഗ് സം സച്ച് മീനിംഗ്ലെസ് ട്രിവിയലിറ്റി ഇൻ ഹർ എക്സർസൈസ് ബുക്ക്. അതായത് ഇതുപോലത്തുള്ള എന്തോ ഒരു ട്രിവിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സില്ലി ആയിട്ടുള്ള എന്തോ ഒരു കാര്യം അല്ലെങ്കിൽ എന്തോ ഒരു കംപ്ലൈന്റ് പോലെ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു എക്സർസൈസ് ബുക്കിൽ. ആ സമയത്ത് എന്ത് പറ്റി? ഹർ സിസ്റ്റർ ഇൻ ലോ തിലകമഞ്ജരി became exceedingly curious. She thought she must find out what Bau Didi does when she shuts the door every so often. Through a crack in the door, she observed that Uma was writing. She was amazed. The goddess of learning, Saraswati, had never made even so secret a visit to the quarters of their house. ശരിക്കും എന്താണ് ഈ കുഞ്ഞിരുന്ന് എഴുതുന്ന, കഥ അടച്ചിട്ടാണല്ലോ ഇവിടെ എഴുതുന്നത്. അപ്പൊ എന്താണ്, ഈ സിസ്റ്റർ ഇൻ ലോ ഉണ്ട് അവിടെ, തിലകമഞ്ജരി, അവരെന്ത് ചെയ്തു, ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്താണ് ഈ നമ്മുടെ ബൗദീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റർ ഇൻ ലോയെ പറയുകയാണ്, നമ്മുടെ ഉമ്മയെ കുറിച്ച് പറയുകയാണ്. ബൗദീതി എന്താണ് എഴുതുന്നത്, എപ്പോഴും ഡോർ അടച്ചിട്ടിരുന്നു. അങ്ങനെ അവരൊരു ക്രാക്കിലൂടെ, ഡോറിന്റെ ഒരു ക്രാക്കിലൂടെ, ഒരു ഹോളിലൂടെ ഒളിഞ്ഞു നോക്കി എന്താണ് ഉമ്മ വാസ് റൈറ്റിംഗ്. ആൻഡ് ദിസ് തിലകമഞ്ജരി എന്ന് പറഞ്ഞ സിസ്റ്റർ ഇൻ ലോ വാസ് അമേസ്ഡ് ആൻഡ് സർപ്രൈസ്ഡ്. കാരണം എന്താണ്, അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണ് സരസ്വതി, ഗോഡസ് സരസ്വതി ഒന്നും എത്തിപ്പോലും നോക്കിയിട്ടില്ല. അതായത് അവർക്കാർക്കും എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. ഹർ യങ്ങർ സിസ്റ്റർ കനകമഞ്ജരി ഓൾസോ കെയിം ടു ഹാവ് പീപ്പ്. അപ്പൊ തിലകമഞ്ജരിയുടെ യങ്ങർ സിസ്റ്റർ കനകമഞ്ജരി അവിടെ ഒളിഞ്ഞു നോക്കാൻ വന്നു. ആൻഡ് പിന്നെ ഒരു യങ്ങർ സിസ്റ്റർ ഉണ്ട്, എന്താണ് അനങ്കമഞ്ജരി, അവരും വന്നു. അനഘമഞ്ജരി അവരും വന്നിട്ട് എന്താണ് ഒളിഞ്ഞു നോക്കി. എന്താണ് ടിപ് ടോയിലൂടെ, അതായത് പതുക്കെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ ഒരു ക്രാക്കിലൂടെ എന്താണ് ആ ലോക്ക്ഡ് റൂമിനകത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ എന്താണ് പീപ്പ് ചെയ്തു. ആസ് ഷി വാസ് റൈറ്റിംഗ്, ഉമ്മ സഡൻലി ഹേർഡ് ദ ലാഫ്റ്റർ ഓഫ് ത്രീ ഫെമിലിയർ വോയിസസ് ഔട്ട്സൈഡ് റൂം. അപ്പൊ എന്താണ് ഉമ്മ അപ്പൊ ഒരു ലാഫ്റ്റർ കേട്ടു ഇവരുടെ 3 പേരുടെ. അപ്പൊ എന്താണ് പെട്ടെന്ന് എന്ത് ചെയ്തു, ഉമ്മ എന്ത് ചെയ്തു, ബുക്ക് എടുത്ത് പെട്ടെന്ന് ഷട്ട് ചെയ്തു. ആൻഡ് ദെൻ കമന്ന് കിടന്നു ബെഡിൽ പേടിച്ച്. പ്യാരി മോഹൻ വാസ് മച്ച് ഡിസ്റ്റർബ്ഡ് ബൈ ദിസ് ന്യൂസ്. അപ്പോഴേ ഈ 3 പെണ്ണുങ്ങൾ എന്ത് ചെയ്തു, പ്യാരി മോഹന്റെ അടുത്ത് ഈ ഒരു ന്യൂസ് എത്തിച്ചു. ആൻഡ് ഹി വാസ് വെരി ഡിസ്റ്റർബ്ഡ്, അതായത് ഇയാൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇഫ് വിമൻ ബിഗാൻ ടു റീഡ് ആൻഡ് റൈറ്റ് നോവൽസ് ആൻഡ് പ്ലേസ് വുഡ് സൂൺ മേക്ക് ദിയർ വേ ഇൻ ടു ദ ഹോം ആൻഡ് ഇറ്റ് വുഡ് ബി ഹാർഡ് ടു അപ്ഹോൾഡ് ദ ഹൗസ് ഹോൾഡ് റിച്വൽസ്. ആ സമയത്ത് ആളുകളുടെ ഒരു അല്ലെങ്കിൽ ഒരു ആണുങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഈ നോവൽസും ബുക്കും ഒക്കെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താണ് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ഒന്നും നടക്കത്തില്ല, മറ്റേ ആണുങ്ങളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഇവരെന്താണ് ആ ഒരു വായനയുടെ ലോകത്തായി പോവും. അപ്പൊ പുതിയ പുതിയ ഇൻഫർമേഷൻസ് കിട്ടും, പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവ് കിട്ടും, ലോകത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നും അതും ഇതൊക്കെ അറിവ് കിട്ടും. മറ്റവരെക്കാട്ടിലും ഒരുപടി സുപ്പീരിയർ ആയി പോകുമെന്ന് പേടിച്ച് ആണുങ്ങളാരും സമ്മതിക്കത്തില്ല ഈ നോവൽസും കൊണ്ടൊന്ന് വായിക്കാൻ. ഇയാൾക്ക് എന്താണ് ഇത് കേട്ടപ്പോ തന്നെ ഒരു വല്ലാതെയായി. എന്താണ് കുഞ്ഞ് എഴുതുന്നതെന്ന് അറിഞ്ഞപ്പോ. അപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്, മോർ ഓവർ ഹി ഹാഡ് എനി സ്പെഷ്യൽ റിഫ്ലക്ഷൻ evolved an exceedingly subtle theory. He said that the power of the female and the power of the male together produce a sacred power of the conjugal relationship. But if the power of the male alone would be paramount. അതായത് ഇയാളുടെ ഒരു തിയറി ഉണ്ട്. എന്താണ് ആ തിയറി? അയാളുടെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിന്റെ പവറും ഫീമെയിലിന്റെ പവറും കൂടെ ഒന്നിച്ചാലേ ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവത്തുള്ളൂ. അതായത് ബാലൻസിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും മെയിലിന്റെ പവർ മാത്രം മതി ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലാതെ ഫീമെയിൽ ആയിട്ട് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ഒന്നും എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നടത്തണ്ട. അതായത് മെയിലിന്റെ അത്രയും ഉയരണ്ട ഫീമെയിൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. ദിസ് മെയിൽ പവർ എന്ന് വെച്ചാൽ വുഡ് ക്ലാഷ് വിത്ത് മെയിൽ പവർ ടു പ്രൊഡ്യൂസ് സോ ഹോറിബിൾ എ ഡിസ്ട്രക്റ്റീവ് എനർജി ദാറ്റ് ദ പവർ ഓഫ് ദ കോൺജുഗൽ ബോണ്ട് വുഡ് ബി കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ്. അതായത് ഈ ഒരു മെയിൽ പവറിന്റെ അത്രയും ഫീമെയിൽ പവർ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്താണ് സ്മൂത്ത് അല്ലാതായി പോകും എന്നാണ് പറയുന്നത്. ആൻഡ് സോ വിമൺ എന്താണ് സോ വിമൺ വുഡ് ബിക്കം എ വിഡോ. അതായത് വിധവകൾക്ക് തുല്യമാവും വിമണിന്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അതായത് മെയിൽ പവറിന്റെ അത്രയും അതായത് 2 മെയിൽ പവറും കൂടി അറ്റാക്ക് അല്ലെങ്കിൽ ഏറ്റുമുട്ടുവാണെങ്കിൽ എന്താണ് ആരെങ്കിലും ഒരാൾ മരിക്കും, അപ്പോ വൈഫ് വിധവയാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഒരു മെയിൽ പവറും ഒരു ഫീമെയിൽ പവറും വേണം. അതിന്റെ ബാലൻസ് ആണ്
സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പ്യാരി മോഹന്റെ ഒരു തിയറി എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പിന്നെയും പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ പവർ മാത്രം മതി, അതായത് ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിൽ ഭർത്താവിന്റെ പവർ മാത്രം മതി കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കേണ്ടത്, ഭാര്യയുടെ പവർ അത്രയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. ആൻഡ് ടു ദിസ് ഡേ വൺ ഹാസ് ബീൻ ഏബിൾ ടു റെഫ്യൂട്ട് ഹിസ് തിയറി. എന്താണ്, നോ വൺ ഹാസ് ബീൻ ഏബിൾ ടു റെഫ്യൂട്ട് ഹിസ് തിയറി. ആരും ഇയാളുടെ ഈ ഒരു തിയറിയെ ഇതുവരെയും കുറ്റം പറഞ്ഞിട്ടില്ല. കാര്യം എന്താണ്, അവിടെയുള്ള ആണുങ്ങൾ മൊത്തം ഇതുപോലത്തുള്ള ആളുകളാണ്. അതായത് സ്ത്രീകളെ എപ്പോഴും എന്താണ് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് മാത്രം മതി എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തുള്ള എഴുത്തുകളാണ് ഇഷ്ടവും. On returning home in the evening, Pyari Mohan scolded Uma roundedly and made fun of her as well, saying, "You'll have to order a lawyer's turban. My wife will go to office with a pen tucked behind her car." ഇയാൾ വൈകുന്നേരം വന്നിട്ട് ഈ കൊച്ചിനെ വഴക്ക് പറയുകയും ചെയ്തു, എന്നിട്ട് കളിയാക്കുകയും ചെയ്തു. എന്താ പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളെന്തായാലും എഴുതി പഠിക്കുമല്ലേ, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഒരു ലോയറിന്റെ ടർബനും കൂടി ഇവർക്ക് മേടിച്ചു കൊടുക്കാം, കാരണം ഇനി എന്റെ വൈഫ് ഓഫീസിലും കൂടെ പോട്ടെന്ന്. ഒരു പേനയൊക്കെ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് ഒരു കാറിൽ അവളെ ഇനി ഞാൻ ഓഫീസിലും കൂടെ എന്റെ വൈഫ് പോട്ടെന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഉമ വാസ് അണേബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ്. ഉമ്മയ്ക്ക് കളിയാക്കുന്ന പോലും മനസ്സിലായില്ല പാവം കുഞ്ഞിന്. സിൻസ് ഷീ ഹാഡ് നോട്ട് റീഡ് പ്യാരി മോഹൻസ് എസ്സേ, ഷീ ഹാഡ് നോട്ട് ലേൺ ടു അപ്രീഷിയേറ്റ് സച്ച് വിറ്റ്. പ്യാരി മോഹന്റെ എസ്സേയിലൊക്കെ ഇങ്ങനത്തുള്ള ഒരുമാതിരി ഒരു വളിച്ച കുറെ തമാശകളൊക്കെയാണ് അയാൾ എഴുതി വെക്കുന്നത്, കുറെ പന്ന തിയറിയൊക്കെ. അപ്പൊ പ്യാരി മോഹന്റെ എസ്സേ ഈ കുഞ്ഞ് നേരത്തെ വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഇയാൾ ഈ പറഞ്ഞ ഈ ഒരു കളിയാക്കലിന്റെ മീനിങ് പോലും ഈ കുഞ്ഞിന് മനസ്സിലായില്ല എന്ന് നമ്മുടെ ടാഗോർ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. ബട്ട് ഷീ ഷ്രാങ്ക് വിത്തിൻ ഹെർസെൽഫ്. ഇറ്റ് സീം ടു ഹർ ദാറ്റ് ഇഫ് ദി എർത്ത് ഓപ്പൺ ഷീ വുഡ് ഡിസപ്പിയർ ഇൻ ടു ഇറ്റ്സ് ഡെപ്ത് ടു ഹൈഡ് ഹർ ഷെയിം. അത്രയധികം ഈ കുഞ്ഞ് നാണം കിട്ടും എല്ലാവരുടെ മുമ്പിൽ. അവൾ വിചാരിച്ചെന്താണ്, ഈശ്വര ഭൂമി പിളർന്നൊന്ന് ഞാൻ താഴോട്ട് പോയിരുന്നുവെങ്കിൽ എന്ന് ഈ കുഞ്ഞ് ആലോചിച്ചു. For many days after that she did not write in her book, but one day on an autumn morning a beggar woman was singing an Agamani song outside. Uma sat listening silently at the window, resting her face on the bars. The autumn sun in any case brought back memories of childhood. On top of that, the Agamani song was too much for Uma to bear. അതായത് ഒരു ദിവസം എന്താണ്, അങ്ങനെ അവള് കുറെ ദിവസത്തേക്ക് ബുക്കൊന്നും എടുത്ത് എഴുതിയൊന്നുമില്ല. ഒരു ദിവസം ഓട്ടം മോർണിംഗില്, അതായത് ഒരു ദിവസം രാവിലെ ഇവളിങ്ങനെ ഇരിക്കുമ്പോ ഒരു ബെഗർ വുമൺ, ഒരു ഭിക്ഷക്കാരി എന്താണ് ഒരു പാട്ട് പാടുന്നു, അഗമനി സോങ്. അഗമനി സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ സോങ് ആണ്. ദുർഗാദേവിയെ ദേവിയുടെ, അതായത് ദുർഗാദേവിയെ ഒരു വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ വെൽക്കം ചെയ്യുന്ന കണക്കുള്ള ഒരു സോങ് ആണ്. അപ്പോ ഉമ അങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുവാണ് വിൻഡോയുടെ സൈഡിലിരുന്ന്. അങ്ങനെ അപ്പൊ ഇദ്ദേഹത്തിന് എന്താണ്, ഈ കുഞ്ഞിന് ഈ പാട്ട് കേട്ടപ്പോ അവളുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വന്നു. ആൻഡ് ഓൾസോ ആ ഒരു അഗമനി സോങ് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു സോങ്ങുമായിട്ട് ആ സമയത്ത് ഇവർക്ക് തോന്നി, കാരണം പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ വന്നു. Uma could not sing, but since learning to write, she had developed the habit of writing down any song she heard to lessen the pain of not being able to sing it. പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് ഈ കുഞ്ഞെന്ത് ചെയ്യും, ഏത് പാട്ട് കേട്ടാലും അതിന്റെ ലിറിക്സ് അങ്ങ് എഴുതി വെക്കും. ടുഡേ ദ ബെഗർ വുമൺ വാസ് സിംഗിങ്. എന്തായിരുന്നു ആ ബെഗർ വുമൺ പാടിയിരുന്ന ആ ലിറിക്സ് അല്ലെങ്കിൽ ആ സോങ് എന്തായിരുന്നു? The folk of the city say to Uma's mother, "Your lost light has returned." And at this half craze, the queen rushes out. "Where are you, Uma? Where are you?" The queen says, weeping, "My Uma, you have come. Come to me, my darling. Come to my arms. Come to me, my darling. Let me hold you just once." At this, stretching her arms around her mother's neck, Uma weeps in hurt pride and says to the queen, "Why didn't you come to fetch your daughter?" ഇതാണ് അതിന്റെ ഒരു തീം. ഈ ഒരു സോങ് ഇവർ പാടുന്ന അഗമനി സോങ്ങിന്റെ തീം എന്താണ്? ദുർഗാദേവിയെ അല്ലെങ്കിൽ എന്താണ് സ്വയം വീട്ടിലോട്ട്, അവൾ ദുർഗാദേവിയെ വീട്ടിലോട്ട് ക്ഷണിക്കുന്ന, അതായത് ദേവിയുടെ തന്നെ സ്വന്തം വീട്ടിലോട്ട് ക്ഷണിക്കുന്ന ഒരു രൂപത്തിലാണ് ഈ ഒരു പാട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ എന്താണ് ആ പാട്ടിനകത്ത് പറയുന്നത്? എന്താണ് ഉമാസ് മദർ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉമ എന്ന് വെച്ചാൽ ദുർഗാദേവിയുടെ വേറൊരു പേരാണ്. അപ്പം ഉമ എന്നുള്ള രീതിയിലാണ് ഇവര് പാടുന്നത്, ബെഗർ വുമൺ പാടുന്നത്. ശരിക്കും ദുർഗാദേവിയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. അപ്പം ഉമ എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ വേറൊരു നെയിം ആയതുകൊണ്ട് ആ ഉമ എന്നാണ് ആ സോങ്ങിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രൊട്ടഗോണിസ്റ്റിന്റെ പേരും എന്താണ്? ഉമ. അപ്പൊ ഈ പേരും കൂടെ കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ആ പ്രൊട്ടഗോണിസ്റ്റ് എന്ത് വന്നു? അവളുടെ അമ്മയെ കുറിച്ചും ഫാമിലിയെ കുറിച്ചും ഓർമ്മ വന്നു. അപ്പൊ ഈ പോമിന്റെ ഒരു തീം എന്താണ്? ഈ ഒരു സോങ്ങിന്റെ തീം എന്താണ്? ദുർഗാദേവി തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോ, അല്ലെങ്കിൽ വരുമ്പോ യുവർ ലോസ്റ്റ് ലൈറ്റ് ഹാസ് റിട്ടേൺ എന്ന് പറയുവാണ്. ആരോ അവളുടെ ദുർഗാദേവിയുടെ അമ്മയോട് പറയുവാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വെളിച്ചം നിങ്ങളെ തേടി വന്നിരിക്കുന്നു. അപ്പൊ അമ്മ എന്ത് ചെയ്യുവാണ്? ദുർഗാദേവിയുടെ അമ്മ എന്ത് ചെയ്യാണ്? അതായത് എവിടെയാണ് എന്റെ ഉമ എന്നും പറഞ്ഞ് തേടി നടക്കുന്നു. അവസാനം എന്താണ്? കെട്ടിപ്പിടിക്കുന്നു. പിന്നെന്താണ്? അപ്പൊ ഉമ, അതായത് ദുർഗാദേവി തിരിച്ചു ചോദിക്കുവാണ് ക്യൂവിന്റെ അടുത്തോട്ട്, എന്താണ് എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വരാഞ്ഞതെന്ന്, അതായത് എന്നെ കൊണ്ടുപോകാൻ എന്താ അമ്മ വരാഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കുവാണ്. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഉമ, ഈ ഒരു സോങ്ങിന്റെ ഒരു മീനിങ് ആണിത്.
ഇതൂടെ കേട്ടപ്പോൾ എന്താണ്, നമ്മുടെ ഉമ്മ കരഞ്ഞു. അപ്പൊ അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു. സോ എന്ത് ചെയ്തു, ഇവള് സീക്രട്ട് ആയിട്ട് ഇവളുടെ റൂമിൽ പോയി ഡോറെല്ലാം ഷട്ട് ചെയ്ത് ആ ഒരു പോം ഉണ്ടല്ലോ, ആ ഒരു സോങ് എന്താണ് എക്സെൻട്രിക് സ്പെല്ലിംഗിൽ എഴുതാൻ തുടങ്ങി. എക്സെൻട്രിക് സ്പെല്ലിംഗിൽ എഴുതാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന സ്പെല്ലിങ്ങിലൊക്കെ, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കോടുകൂടി പെട്ടെന്ന് ഇത് എഴുതാൻ തുടങ്ങി ഈ ഒരു സോങ്. തിലകമഞ്ജരി, കനകമഞ്ജരി, അനങ്കമഞ്ജരി എന്ത് ചെയ്തു, ഒബ്സർവ്ഡ് എവറിത്തിങ് ത്രൂ ദ ക്രാക്ക് ഇൻ ദ ഡോർ ആൻഡ് ബേസ്റ്റ് ഔട്ട് ക്ലാപ്പിംഗ് ദിയർ ഹാൻഡ്സ്. ബൗണ്ട് ദീദി, വി ഹാവ് സീൻ വാട്ട് യു ആർ ഡൂയിങ്. അപ്പോഴുള്ള 3 പെണ്ണുങ്ങൾ ഒളിഞ്ഞു നോക്കിയിട്ട് എന്ത് പറഞ്ഞു, ഞങ്ങൾ കണ്ടുപിടിച്ച് നീ എന്താ ചെയ്യുന്നതെന്ന്. ഉമ ക്വിക്ലി അൺഫാസ്റ്റൻ ദ ഡോർ, കെയിം ഔട്ട് ആൻഡ് ബിഗാൻ ടു പ്ലീഡ് വിത്ത് ദം. ഡാർലിംഗ് സിസ്റ്റേഴ്സ്, പ്ലീസ് ഡോണ്ട് ടെൽ എനിബഡി, ഐ ബെഗ് യു, പ്ലീസ് ഡോണ്ട്, ഐ വിൽ നെവർ ഡു ഇറ്റ് അഗെയിൻ, ഐ വിൽ നെവർ റൈറ്റ് അഗെയിൻ. അപ്പൊ എന്താണ് ഈ കൊച്ചു എന്ന് അവരോട് ബെഗ് ചെയ്തു. എന്താണ് ബെഗ് ചെയ്തത്, ഞാൻ ഇനി ഒരിക്കലും ഇത് എഴുതില്ല, ആരോടും പറയല്ലേ എന്ന്. At length, Uma noticed that Tilagamanjari was eyeing her exercise book. She ran and clutched a book to her chest. Her sisters-in-law tried to take away from her by force, but when they did not succeed, Anagamanjari went to summon her brother. അപ്പോഴാണ് നമ്മുടെ തിലകമഞ്ജരി ഉണ്ടല്ലോ, ആ പെണ്ണ് നമ്മുടെ ഉമ്മയുടെ ബുക്ക്, എക്സസൈസ് ബുക്കിലോട്ട് കണ്ണു പോകുന്ന കണ്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു, ആ ബുക്ക് എടുത്ത് ക്ലച്ച് ചെയ്ത് ഓടിക്കൊണ്ടുപോയ ബുക്ക് എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു. സിസ്റ്റർ ലോസ് എന്താണ് ഫോഴ്സ് ചെയ്ത് ആ ബുക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഈ കൊച്ചു വിട്ടുകൊടുത്തില്ല. അപ്പൊ നമ്മുടെ അനങ്കമഞ്ജരി എന്ത് ചെയ്തു, ബ്രദറിനെ വിളിക്കാൻ പോയി. അപ്പൊ പ്യാരി മോഹൻ വന്നു and sat down grimly on the bed. He said in a voice like thunder, give me the exercise book. അപ്പൊ നമ്മുടെ പ്യാരി മോഹൻ വന്നിട്ട് പറഞ്ഞു, എക്സസൈസ് ബുക്ക് തരാൻ പറഞ്ഞു. And seeing that his command was not obeyed, he lowered his voice a couple of notes and said, give it to me. അതായത് ഇയാൾ പറഞ്ഞു, ആ നോട്ട്ബുക്ക് തരാൻ പറഞ്ഞു. The little girl എന്ത് ചെയ്തു, clasped the exercise book to her chest and directed a glance of utter supplication at her husband's face. But when she saw Pari Mohan was getting up to snatch the book from her, she flung it down, covered her face with her hands and collapsed on the floor. അതായത് ആ ബുക്ക് ഇങ്ങനെ തട്ടിപ്പറിച്ച്, അവർക്ക് മനസ്സിലായി എന്തായാലും ബുക്ക് എന്താണ് തട്ടിപ്പറിച്ചെടുക്കുമെന്ന്. അപ്പൊ എണീറ്റതും പ്യാരി മോഹൻ ബുക്ക് എടുക്കാൻ വേണ്ടി എണീറ്റതും എന്ത് ചെയ്തു, ബുക്ക് അവൾ താഴെ തള്ളി, ബുക്ക് അവളുടെ കയ്യിൽ നിന്ന് താഴെ വീണു. ആ കുഞ്ഞ് തറയിൽ കൊളാപ്സ് ചെയ്ത് വീണു. Pari Mohan took the exercise book and started to read the little girl's composition out in a loud voice. Hearing this, Uma clasped the earth in still tighter embrace while the other 3 little girls were beside themselves with laughter. ഇയാൾ എന്ത് ചെയ്തു, ആ കുഞ്ഞ് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉറക്കെ വായിക്കാൻ തുടങ്ങി. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു, തറയെ കിടന്ന്, അതായത് തറയിൽ ഇങ്ങനെ എന്താ പറയാ ഗ്രാസ് എംബ്രേസ് ചെയ്ത്, അതായത് എന്താ പറയാ തറയിൽ കിടന്നുകൊണ്ട് ഇത് ഭയങ്കര നാണക്കേടായി പോയല്ലോ ആ കുഞ്ഞിന്. അപ്പം ബാക്കിയുള്ള ഗേൾസ് 3 പേരും എന്താണ് ചിരിക്കാൻ തുടങ്ങി, മറ്റേ തിലകമഞ്ജരിയും അനങ്കാമഞ്ജരിയും കനകമഞ്ജരിയും ഒക്കെ. കുഞ്ഞിനെ അതുകൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. അപ്പൊ എന്താണ് തറയിൽ അതിങ്ങനെ ഒട്ടിച്ചേർന്ന് കിടക്കാൻ തുടങ്ങി. After that day, Uma never got back her exercise book. Pari Mohan had an exercise book too, filled with barbed essays expounding his elaborate theories. But there was no benefactor of humankind to seize that book and destroy it. അതായത് എന്താണ് പറഞ്ഞത്, പിന്നെ അതിനുശേഷം ഈ ബുക്ക് ഈ കൊച്ചിന് തിരിച്ചു കിട്ടിയില്ല. അപ്പോ എന്നിട്ട് പറയുവാണ്, നമ്മുടെ ടാഗോർ പറയുവാണ്, പ്യാരി മോഹന് ഇതുപോലൊരു എക്സസൈസ് ബുക്ക് ഉണ്ടായിരുന്നു. അവൻ എന്താണ് അയാളുടെ തിയറിയും ഇതുപോലത്തുള്ള ലോജിക്കൽ അല്ലാത്ത കുറെ തിയറീസും ഒക്കെ എഴുതി വെച്ചിരുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ പ്യാരി മോഹനും. പക്ഷെ ശരിക്കും ഈ പ്യാരി മോഹന്റെ ബുക്ക് എടുത്ത് മാറ്റി വെക്കാവുന്ന, അല്ലെങ്കിൽ പ്യാരി മോഹന്റെ ബുക്ക് നശിപ്പിക്കാവുന്ന അത്രയും നല്ല മനസ്സുള്ളവരാരും അവിടെ ഇല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്, നമ്മുടെ ഉമ്മയുടെ എക്സസൈസ് ബുക്ക് ഇയാൾ എടുത്ത് മാറ്റി വെച്ചു, അതുപോലെ ആരും ഇല്ലല്ലോ ഈശ്വര പ്യാരി മോഹന്റെ ബുക്കും എടുത്ത് മാറ്റി വെക്കാൻ എന്നാണ് ടാഗോർ പറഞ്ഞ് എൻഡ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് കാണിക്കുന്നത്, ആ ഒരു ന്യൂ വുമന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി ടാഗോർ ഇവിടെ. പക്ഷെ എന്നിട്ട് ടാഗോർ എന്താണ് കാണിക്കുന്നത്, ശരിക്കും ഈ ഒരു വുമണിന് എഡ്യൂക്കേഷൻ കിട്ടാത്തതൊക്കെ എന്താണ് അവളുടെ ഫാമിലിയിലുള്ളവരുടെയും പിന്നെ ബാക്കിയുള്ള സ്ത്രീകളുടെയും ഒരു സപ്പോർട്ട് ഇല്ലായ്മ കൊണ്ടാണെന്നാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് പറയുന്നത്, അല്ലെ. ബാക്കി 3 പേർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് മറ്റവർക്ക് 3 പേർക്ക് എന്താണ് ഇത് കണ്ടപ്പോൾ നല്ല കളിയാക്കാൻ തോന്നി, അല്ലെ. അവർക്ക് അത് എന്ത് ചെയ്തു, അവരെ ഉടനെ തന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. കണ്ടില്ലേ, അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ എന്തായാലും ഇങ്ങനെ എക്സസൈസ് ബുക്കിന്റെ കാര്യം പറഞ്ഞ് പ്യാരി മോഹനെ കൊണ്ട് ഈ ബുക്ക് എടുപ്പിച്ച് വെപ്പിക്കില്ലായിരുന്നു. മറ്റവർക്ക് 3 പേർക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു, ഈ കുഞ്ഞിന്റെ ഈ ബുക്ക് തട്ടിപ്പറിച്ചെടുക്കാനും അവർക്ക് അതൊരു രസം പോലെ തോന്നി, അല്ലെ. അവരൊരു ഫണ്ണായിട്ട് എടുത്തു, അല്ലെങ്കിൽ ഒരു ജോക്കുലർ രീതിയിൽ ഇതെടുത്തു, ഒരു ജോക്കായിട്ട് എടുത്തു. അതുപോലെ തന്നെയാണ് പ്യാരി മോഹൻ എന്ത് തന്നെയാണ്, അയാൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അയാൾക്ക് മാത്രം മതി എഡ്യൂക്കേഷൻ, അതായത് മെയിൽ പവർ മാത്രം മതി ഒരു റിലേഷൻഷിപ്പ് കോൺജുഗലായിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് പോവാൻ, ഫീമെയിൽ പേർ അധികം വേണ്ട എന്നാണ് അയാളുടെ ഒരു കണക്കൂട്ടൽ അല്ലെങ്കിൽ അയാളുടെ ഒരു തിയറി.
ഇങ്ങനത്തുള്ള നോൺ സെൻസിക്കൽ ആയിട്ടുള്ള തിയറിയൊക്കെ വെച്ചുകൊണ്ടാണ് ഇയാളും കുറെ എസ്സേസ് എഴുതുന്നത്. അതാരും റെഫ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനോ അവിടെയുള്ള ആളുകൾ ആരും ഇല്ലതാനും. അതായത് എല്ലാവരും അപ്പൊ എന്താണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഡിസ്കറേജ് ചെയ്യുന്നത് വിമൻസ് എഡ്യൂക്കേഷനാണ്. അവരെല്ലാരും ഡിസ്കറേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടാഗോർ പറയുകയാണ് എന്തൊക്കെ മാറ്റങ്ങൾ സോഷ്യൽ റിഫോംസ് അല്ലെങ്കിൽ റൂൾസോ അല്ലെങ്കിൽ അവയർനെസ്സോ സ്പ്രെഡ് ചെയ്താലും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഇല്ലാതെ സ്ത്രീകൾക്ക് എന്തായാലും അവനവന്റെ ആളുകളിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടാതെ എന്തായാലും സ്ത്രീകൾക്ക് എന്താണ് മുന്നേറാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ന്യൂ വുമന്റെ ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉമ എഡ്യൂക്കേഷൻ ഉണ്ട്. ഉമയെ തന്നെത്താനെ എഴുതുന്നു, പോംസ് ആരും എഴുതുന്നു, കഥയിൽ നോക്കി അതായത് സ്റ്റോറി ബുക്കിൽ നോക്കിയാലും അവൾ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ന്യൂ വുമന്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. പക്ഷെ എന്താണ് ചൈൽഡ് മാരേജ് അല്ലെ, എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ആ ഒരു ചൈൽഡ് മാരേജ് എന്നുള്ള ഈവിളിനെ കുറിച്ച് പറയുന്നുണ്ട്. 9 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോകുന്നു. പിന്നെ അവൾക്ക് എഡ്യൂക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അവൾ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസിലോട്ട് പോകുന്നു. അപ്പൊ അവിടെ വേറെ 3 സ്ത്രീകളുണ്ട് ഓൾറെഡി ഈ പ്യാരി മോഹന്റെ വീട്ടില്. അവർക്കും എഡ്യൂക്കേഷൻ വന്നിട്ടേ ഇല്ല. കാരണം ഉമ്മയുടെ അത്രയും പോലും എഡ്യൂക്കേഷൻ അവർക്ക് ആർക്കും ഇല്ല. പിന്നെന്താണ് പ്യാരി മോഹൻ മാത്രം, അതായത് ഇവരുടെയൊക്കെ വീടുകളിൽ ആണുങ്ങൾ മാത്രമാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. മറ്റേയാളുടെ വീട്ടിൽ ഉമ്മയുടെ വീട്ടിൽ ഗോവിന്ദനാലും അച്ഛനും ഉണ്ട്. പിന്നെ ഇവരുടെ വീട്ടിൽ ആരുണ്ട്, പ്യാരി മോഹൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ പ്യാരി മോഹൻ എന്ത് ചെയ്തു, എക്സസൈസ് ബുക്ക് അങ്ങ് മാറ്റി വെക്കുവാണ്. അതായത് അയാൾ ആ ഒരു വിമന്റെ ആ ഒരു എംപവർമെന്റിനെ ബ്രേക്ക് ചെയ്യുവാണ് പകുതിക്ക് വെച്ച് അല്ലെ. പിന്നെ അച്ഛന് തിരിച്ച് മാറ്റങ്ങൾ വരണം എന്നുണ്ട്. അതാണ് അച്ഛന് തിരിച്ച് മോളെ വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, കൊണ്ടുവരാൻ സമ്മതിച്ചില്ല, പ്യാരി മോഹനും ഗോവിന്ദനാലും. അപ്പൊ ഒരു ചേഞ്ചസ് ഉണ്ടാവണം എന്നുണ്ട് ആളുകളുടെ മൈൻഡിൽ. പക്ഷെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, പേട്രിയാർക്കിക്കൽ സിസ്റ്റം ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ മുന്നോട്ട് ഉയർന്നു വരാൻ പറ്റുന്നില്ല എന്നാണ് നമ്മുടെ ടാഗോർ പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, അപ്പൊ ഈ പ്യാരി മോഹനെ പോലുള്ളയും ഗോവിന്ദനാല്, ഇപ്പൊ നാളെ ഗോവിന്ദലാൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാലും അയാൾ എഡ്യൂക്കേഷൻ നടത്താൻ സമ്മതിക്കില്ല. അപ്പോഴും അയാളും എന്ത് ചെയ്യും, ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടി ചെയിൻഡ് ആക്കി അല്ലെങ്കിൽ തളച്ചിടും ആ ഒരു കിച്ചണിനകത്ത്. ഈ ഇത്രയും ഇഷ്യൂസ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഒരു ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്.